صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി നിങ്ങൾ മനസ്സിൽ തെറ്റിദ്ധാരണ ഞാൻ അല്ലാതെ അലസത കാണിച്ചിട്ട് വലിയതാണ്. നമ്മുടെ ബസ് അല്ലാതെ ബ്ലോക്കിലായിപ്പോട്ട് അതല്ല, അവിടെ റോഡിന്റെ പണി നടത്തുന്നത് കാരണം പല ബസ്സും വരുന്നില്ല. അങ്ങനെ വൈകിയതാണ്. അത് ഞാൻ കൂട്ടി വൈകിയതല്ല എന്ന് ആദ്യം തന്നെ തെറ്റിദ്ധാരണ അദ്ദേഹം മനസ്സിലേക്ക് തിരുത്താൻ വേണ്ടി പറയും. നമ്മുടെ വിഷയം അഭിപ്രായ വ്യത്യാസങ്ങളോട് മുസ്ലിങ്ങളുടെ സമീപനം എന്താണ്? ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കേണ്ട വിഷയം. അതിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യമായി ചില ആമുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ മറ്റു സമുദായങ്ങളുടെ മേൽ ശ്രേഷ്ഠരാക്കുകയും മറ്റുള്ളവർക്കൊന്നും നൽകാത്ത പ്രത്യേകതകൾ ഇവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്ന അനേകം ആയത്തുകൾ ഖുർആനിലും ഹദീസുകളുമായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാകുന്നു ഏറ്റവും ഉത്തമ സമുദായം. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെടുമ്പോൾ ഈ ഉമ്മത്തിന്റെ അവസ്ഥയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിന് ശേഷമുള്ളത്, പിന്നെ അതിന് ശേഷമുള്ളത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ-നുജൂമു അമനത്തുൻ ലിസ്സമാ, ആകാശത്തിന് നക്ഷത്രങ്ങൾ സംരക്ഷണമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂം അത-സമാഅ മാ യുഅദ്, നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ, ഉതിർന്നു വീണ് കഴിഞ്ഞാൽ ആകാശത്തിന് താക്കീത് നൽകപ്പെട്ടത് വന്നിട്ടു, ലോകം അവസാനിക്കും. വഅന അമനത്തുൻ ലി അസ്ഹാബി, ഞാൻ സഹാബികൾക്ക് സംരക്ഷണമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സഹാബികൾക്ക് താക്കീത് നൽകപ്പെട്ടത് അവർക്കും വന്നിട്ടു. വഅസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എന്റെ സഹാബികൾ ഈ ഉമ്മത്തിന് സംരക്ഷണമാണ്, മുസ്ലിം ഉമ്മത്തിന്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ തുഅദൂൻ, സഹാബികൾ പോയി കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് താക്കീത് നൽകപ്പെട്ടത് വന്നിട്ടു. ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിനെയും സഹാബികളുടെ കാലഘട്ടത്തിന്റെയും ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന അനേകം പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അക്കാലഘട്ടത്തിലെല്ലാം മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതുപോലെ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാശത്തിൽ ഒരുമിച്ച് മുറുകെ പിടിക്കണം. എല്ലാവരും ഒപ്പര പിടിക്കലല്ല, എല്ലാവരും ഒരുമിച്ച് അല്ലാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ കയർ എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പല തഫ്സീറുകളുണ്ട് അതിൽ. വിശുദ്ധ ഖുർആനാണെന്ന അഭിപ്രായമുണ്ട്, ഇസ്ലാമാണെന്ന അഭിപ്രായമുണ്ട്, അഹ്ലുസുന്നയാണെന്ന അഭിപ്രായമുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും അതിൽ ഉൾപ്പെടും. ഖുർആനാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഏതാണെങ്കിലും ഇസ്ലാമിന്റെ മൊത്തത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുറുകെ പിടിക്കും. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കുക, ആ ആയത്തിന് തൊട്ട് ശേഷം അല്ലാഹു പറയുന്നു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന കാലഘട്ടം നിങ്ങൾ ചിന്തിക്കുക, പിന്നീട് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നിങ്ങൾ ഓർക്കുക. എന്താ അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത്? നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹു കൂട്ടിയണക്കി. വലിയ നിഅമത്താണ്. മുസ്ലിം ഉമ്മത്തിന് ലഭിക്കുന്ന അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകളിൽ ഏറ്റവും വലുതെന്താണ്?
ഈ ഉമ്മത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യോജിപ്പുണ്ടാക്കിയത്. മുസ്ലിം എന്ന പേരിൽ പരസ്പരമുള്ള സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ വെക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയുണ്ടായി ഒരിക്കൽ, അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിന്റെ പേര് സ്നേഹിക്കുക, അല്ലാഹുവിന്റെ പേര് വെറുക്കുക, ഇതല്ലാതെ ദീനിൽ ഒന്നുമില്ലാണ്. ദീൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ഇത് മാത്രമാണ്. മുസ്ലിം ആണെന്നതിന്റെ പേര് സ്നേഹിക്കുക, മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ പേര് വെറുക്കുക, ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ ലില്ലാഹ് മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മല ഈമാൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ പേര് സ്നേഹിക്കുകയും അല്ലാഹുവിന്റെ പേര് വെറുക്കുകയും അല്ലാഹുവിന്റെ പേര് നൽകുകയും അല്ലാഹുവിന്റെ പേര് തടയുകയും ചെയ്താൽ ഫഖദ് ഇസ്തക്മല ഈമാൻ, അവന്റെ ഈമാൻ പരിപൂർണമായി. ഇത് മുസ്ലിം ഉമ്മത്തിന് മാത്രം അല്ലാഹു നൽകിയ പ്രത്യേകതയാണ്. അതല്ലെങ്കിൽ നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഇസ്ലാമിനെ പേര് സ്നേഹിക്കാൻ സാധിക്കുകയാണ്. പക്ഷെ ഇന്നുള്ള മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും കക്ഷിത്വങ്ങളും ഛിദ്രതയും നമ്മൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആളുകൾ ഇസ്ലാമിൽ നിന്ന് തന്നെ അകന്നു പോകാനുള്ള ഒരു കാരണമായി തീരുന്നത് ഇത്തരം അഭിപ്രായ വ്യത്യാസത്തിന്റെ ആധിക്യമാണ്. രണ്ട് രൂപത്തിൽ അത് ഇസ്ലാമിൽ നിന്ന് അകലാനുള്ള കാരണമാകുന്നുണ്ട്. ഒന്ന്, ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകൾ, മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്നതിനും അതായത് ഇസ്ലാമിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്നും അകന്നു പോകുന്നതിന് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാകുന്നുണ്ട്. ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, കാരണം അകന്നു പോകുന്നത് ശരിയാണെന്നല്ല. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല, അവർ ദീനുമായിട്ട് യാതൊരു ബന്ധവും കാണിക്കുകയില്ല. കാരണം ചോദിച്ചാൽ പറയും, എന്ത് ദീനിന്റെ ഏത് കാര്യത്തിലെ അഭിപ്രായത്തിലാണ് പരസ്പരം അടി വർത്താനം ചീത്തവർത്തിന്റെ, ഞാനിതിലേക്കൊന്നുമില്ല, എല്ലാവരും യോജിക്കട്ടെ, എന്നിട്ട് ഇനി ഞാൻ ദീനിലേക്കേ ഉള്ളൂ എന്ന് ചില ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് ശരിയാണെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു വേള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ആധിക്യം പലപ്പോഴും ആളുകൾ ഇബാദത്തുകളിൽ നിന്ന് അകറ്റാൻ കാരണമായി തീരുന്നുണ്ട്. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ പ്രശ്നം, അമുസ്ലിങ്ങളെ, മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ ഇത് കാരണമാകുന്നുണ്ട്. ഷെയ്ഖ് റബീഉ ബിൻ ഹാദി അൽ-മദ്ഖലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഒരു ദർസിൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയുണ്ടായി, ജമാഅ വാഹിദ ലാ ജമാഅത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, ഒരൊറ്റ സംഘം അനേകം സംഘങ്ങളല്ല മുസ്ലിം ഉമ്മത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞ് ചെറിയ പുസ്തകം. അദ്ദേഹം പറഞ്ഞു, ഇന്ന് അമുസ്ലിങ്ങളായ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവരുടെ മനസ്സിൽ കുത്തിവെക്കുന്ന വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അവർ പറയും, മുസ്ലിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഖൈറുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഇത്രയധികം ഭിന്നതകൾ ഉണ്ടാവില്ലായിരുന്നു. അവരെ തന്നെ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഏത് ഇസ്ലാമിനെയാണ് നിങ്ങൾ ചെയ്യുക? ഞാൻ എൻ്റെ ഒരു ഉസ്താദ് പറഞ്ഞ ഞാൻ കേൾക്കുന്നത്, അംബേദ്കർ ഇസ്ലാം സ്വീകരിക്കാൻ ശ്രമിച്ച സമയത്ത് ഇത് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരാൾ, അയാളെ പേര് ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തി അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് തടഞ്ഞതിന് ഈ രൂപത്തിലാണ്, നീ ഏത് ഇസ്ലാം സ്വീകരിക്കുക, ഏത് ഇസ്ലാമാണ് നീ സ്വീകരിക്കുക? ഷിയ ഇസ്ലാമാണോ സുന്നി ഇസ്ലാമാണോ? ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വന്ന മനുഷ്യന് അവിടെ അത് കേട്ടപ്പോൾ എന്തായി? അയാൾ ആകെ തരിച്ചു നിന്നുള്ളൂ, അയാൾ ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ടു. അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും മുസ്ലിം ഉമ്മത്തിന് നന്മയല്ല നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയുണ്ടായി, ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءتهم البينات. തെളിവുകൾ വന്നതിന് ശേഷവും ഭിന്നിക്കുകയും കക്ഷിത്വത്തിൽ അകപ്പെടുകയും ചെയ്തവരെപ്പോൾ നിങ്ങൾ ആകാൻ പാടില്ല. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ തബിയദ്ദു വജൂഹ് വതസ്വദ്ദു വജൂഹ് ഫഅമ الذين اسودت وجوههم അകഫർതും ബഅദ ഈമാനികും. അല്ലാഹു പറയുന്നു, ഒരു ദിവസം വരാനുണ്ട്, അന്നൊരു വിഭാഗം ആളുകളുടെ മുഖം പ്രകാശപൂരിതമാകും, വെളുത്തു ചുരുക്കും. വേറെ വിഭാഗത്തിന്റെ മുഖങ്ങൾ അത് കറുത്തിരുളും. കറുത്തിരുണ്ട മുഖമുള്ള ആളുകളുടെ അല്ലാഹു എന്ന് ചോദിക്കും, അകഫർതും ബഅദ ഈമാനികും, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് കാഫിറുകളായി പോയിരിക്കുകയാണ്. ഇതിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു,
തബിയദ്ദു വുജൂഹു അഹ്ലി സുന്നത്തി വൽ ഇത്ലാം, അന്നേ ദിവസം മുഖം പ്രകാശിക്കുന്നത് റസൂലുള്ളാഹിയുടെ സുന്നത്തിനോട് യോജിച്ചു നിൽക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിപ്പിലാവുകയും ചെയ്ത ആളുകളുടെയാണ്. ആ വാക്കിന്റെ പ്രത്യേകത നോക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുന്നത്തിനെയും ഐക്യത്തെയും ഒരുമിച്ച് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ സുന്നത്തിലാവലാണ് ഐക്യത്തിലാവാൻ ഏറ്റവും നല്ലത്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്ക് തിരിച്ചു പോകലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, വതസ്വദ്ദു വുജൂഹ് അഹ്ലിൽ ബിദ്അഇ വൽ ഫുർഖ, അന്നേ ദിവസം ബിദ്അത്തിന്റെയും കക്ഷിത്വത്തിന്റെയും ആളുകളുടെ മുഖം കറുത്തിരുന്നു. ഓക്കെ, നിങ്ങൾ സുന്നത്തിന് നേരെ എതിരെന്താണ്? സുന്നത്തിന് നേരെ എതിരായ കാര്യം ബിദ്അത്താണ്. സുന്നത്തിനോടൊപ്പമാണ് ഐക്യമുള്ളത്, റസൂലുള്ളാഹിയുടെ സുന്നത്തിനോടൊപ്പമാണ് ഐക്യമുള്ളത്. എന്നാൽ കക്ഷിത്വവും ഭിന്നിപ്പും എവിടെയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളിലാണ്, ബിദ്അത്തുകളിലാണ്. അപ്പോൾ നോക്കുക, ഈ ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കക്ഷിത്വത്തെയും ഭിന്നിപ്പിനെയും വീണ്ടും വീണ്ടും ഭിന്നിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി എതിർക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പ്രധാനപ്പെട്ട ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹം ഷാമിൽ നിന്നുള്ള ആളുകൾ ഉദ്ധരിച്ചതിന് ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠമായ ഹദീസ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഏതാണ് ഹദീസ്? ആയിട്ട് അറിയും. ഇർബാദ് ഇബ്നു സാരിയ എന്നുള്ള ഹദീസ് പറഞ്ഞാൽ ഒരു ഹദീസാണ് അതുകൊണ്ട് ഉദ്ദേശം. ഹദീസ് ഇർബാദിന്റെ ഹദീസ് എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ പറഞ്ഞാൽ ഒരു ഹദീസാണ് അതുകൊണ്ട് ഉദ്ദേശം. ഏതാണ് ഹദീസ്? ഒരിക്കലും അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദന ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വളരെ ഹൃദയസ്പൃക്കായ, വളരെ അർത്ഥസ്ഫുട്ടമായ, വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി ഞങ്ങളോട്. ഞാൻ ഇതിലറിയില്ലോണ്ട് ബാക്കി പലരും കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അർത്ഥസമ്പൂർണമായ ഒരു പ്രഭാഷണം നടത്തി. വജ്ലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ അത് കേട്ടപ്പോൾ വിറച്ചുപോയി. വദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ ഉയർന്നു പോയി. അത്ര വലിയൊരു പ്രഭാഷണം നടത്തി. ഫഖാല ഖായിൽ, ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഅ, അല്ലാഹുവിന്റെ റസൂലേ, ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഫമാദാ തഅഹദു അലൈനാ, എന്താണ് അങ്ങ് ഞങ്ങളോട് കരാറിൽ ഏർപ്പെടുന്നത്? ഞങ്ങളോടുള്ള അങ്ങയുടെ കരാർ എന്താണ്? മുസ്ലിം ഉമ്മത്തിനോടുള്ള അങ്ങയുടെ കരാർ എന്താണ്? വേറെ ചില റിവായത്തുകൾ കാണാം, ഫൗസിന, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് അന്തിമ വസിയത്ത് നൽകണം, വസിയത്ത് നൽകണം ഞങ്ങൾ. എന്താണ് വസിയത്തിന്റെ പ്രത്യേകത? ഒന്നാമത്തെ കാര്യം, വസിയത്ത് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകളുടെയും. രണ്ടാമത്തേത്, വസിയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയും. വാപ്പ മരിക്കാൻ കിടക്കുമ്പോ അവനോട് പറയാൻ പറ്റുന്നത് ഏറ്റവും, വാപ്പാക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം അന്ന് പറയും, ചില്ലറ കാര്യം എന്നല്ല പറയും. മൂന്നാമത്തെ കാര്യം, ഒരു ഇഞ്ച് സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ അന്തിമ വസിയത്ത് എന്ത് ചെയ്യും? പിൻപറ്റി. അതിലെന്ത് ചെയ്യില്ല, ഒരു കുറവ് ഒരാൾ കാണിക്കുകയില്ല. പാപ്പ പറഞ്ഞു ഒന്നും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, എന്നാലും പറയും പാപ്പ അവസാനം പറഞ്ഞാണ്, അത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ എന്ന് ആളുകൾ പറയുന്നത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്താണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസിക്കും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, فإنه من يعيش منكم بعدي فسيرى اختلافا كثيرا, എനിക്ക് ശേഷം ജീവിക്കുന്നവർ, فإنه من يعيش منكم بعدي, നിങ്ങളിൽ എനിക്ക് ശേഷം ജീവിക്കുന്നവർ, فسيرى اختلافا كثيرا. അറബി ഭാഷയുടെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
വെറുതെ കാണുന്നല്ലോ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എന്താണ് അഭിപ്രായ വ്യത്യാസം? ചില ആളുകൾ പറയാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ ദീൻ ഉദ്ദേശിച്ചു പോകും. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ, ചിത്രങ്ങളും, അഭിപ്രായ വ്യത്യാസം, ഒരു പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അഭിപ്രായ വ്യത്യാസം എന്ന ആളുകൾ പറയാറില്ല. ആളുകൾക്ക് മടുക്കാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞിരിക്കുന്നത് ഇതിനാണ്, ഇതിൽ പരിശോധിക്കാനാണ്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കണ്ടത് അള്ളാഹുവിന്റെ രണ്ട് രൂപത്തിൽ അവന്റെ ഉദ്ദേശങ്ങളുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല. അള്ളാഹുവിന്റെ ഖദർ രണ്ട് രൂപത്തിലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ രണ്ട് രൂപത്തിൽ. ഒന്ന് ഇറാദ കൗനിയ, ഒന്ന് പ്രാപഞ്ചികമായ അള്ളാഹ് തീരുമാനം. തെങ്ങുമെന്ന് തേങ്ങ കിട്ടുക, അതെന്താണ്? പ്രാപഞ്ചികമായ നിയമമാണ്. അതേപോലെ ഇറാദ ശർഈ, അള്ളാഹുവിന്റെ മതപരമായ നിയമം. രണ്ട് രൂപത്തിലാണ് നിയമങ്ങൾ ഉണ്ടാവാം. ഒന്ന് പ്രാപഞ്ചിക, ഒരാളെ കത്തിയോട് കുത്തിയാൽ അത് മരിക്കണം എന്നുള്ള എന്താണ്? അള്ളാഹു നിശ്ചയിച്ചൊരു നിയമമാണ്. മനസ്സിലാവുന്നത്? ഒക്കെ വരുന്നു. ഞാനേ ഒക്കെ സ്നേഹിക്കാൻ തോന്നുന്നു. ഒന്ന് പ്രാപഞ്ചികമായ നിയമങ്ങൾ. അതിൽപ്പെട്ട നമുക്ക് ഒരാൾ കത്തിയോട് കുത്തിയാൽ അയാൾ മരിക്കുക, അടിച്ചാൽ വേദനിക്കുക, അതുപോലെ പല കാര്യങ്ങൾ. കച്ചവടം ചെയ്താൽ പൈസ ഉണ്ടാവുക, പ്രാപഞ്ചികമായ ഭൗതികമായ കാരണങ്ങളിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ ഇറാദ ശർഈയ, മതപരമായ നിയമങ്ങൾ. അതിന് ഉദാഹരണം ഏതാണ്? 5 വക്ത് നിസ്കരിക്കണം. അത് അള്ളാഹുവിന്റെ എന്താണ്? മതപരമായ നിയമമാണ്. ഇതിൽ പ്രാപഞ്ചികമായ അള്ളാഹു ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ പ്രപഞ്ചത്തിലെ നിയമങ്ങളിൽപ്പെട്ടതാണ് മനുഷ്യര് ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തടയാൻ ശ്രമിച്ചാൽ തടയാൻ പറ്റുന്ന കാര്യമില്ല. ഇവിടെ എന്താണ് നമ്മുടെ മേലെ അള്ളാഹു ബാധ്യതയാക്കിയിട്ട് എന്താണ്? ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശരി കണ്ടെത്തുക നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ അഭിപ്രായ വ്യത്യാസം നമ്മളായിട്ട് ഇല്ലാതാക്കി നോക്കിയാൽ ഒരിക്കലും ഇത് സാധിക്കില്ലത്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ നിന്ന് കാണാൻ പറ്റും. അനേകം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്ന റസൂലുള്ളാഹി. മറ്റൊരു ഹദീസ് നിൽക്കാൻ ഓർമ്മയുണ്ട്, ഹദീസുൽ ഇഫ്തിറാഖ്, ഭിന്നതയെ കുറിച്ച് പറയുന്ന ഹദീസ് എന്നാണ് അതിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദ അലാ 71 മില്ല, യഹൂദന്മാർ 71 കക്ഷികളായി ഭിന്നിച്ചു. അഫ്തറഖത്തിൽ നസാറ അലാ 72 മില്ല, ക്രൈസ്തവർ 72 കക്ഷികളായി ഭിന്നിച്ചു. വസതഫ്തറഖു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിച്ചു. നമുക്ക് നിങ്ങൾ ചരിത്രത്തിൽ ഇത്രയും കാലം ഭിന്നിച്ചിട്ട് ഇനിയും ഭിന്നിക്കാൻ പോകുന്നു. അപ്പൊ ഭിന്നിപ്പ് എന്നത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കാര്യങ്ങൾ ഭിന്നിക്കുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ കാലത്തും. പക്ഷെ അപ്പോൾ എന്തു ചെയ്യണം എന്നിടത്താണ് ആളുകൾക്ക് പിഴക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളോട് ജനങ്ങളുടെ സമീപനം നോക്കിയ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ. അഭിപ്രായ വ്യത്യാസങ്ങളോട് എങ്ങനെ സമീപിക്കണം എന്നുള്ളതിൽ തന്നെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ചില ആൾക്കാരുടെ നിലപാട് എന്താണ്? അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മളൊന്നും മിണ്ടുന്നില്ല. അഭിപ്രായം ഒക്കെ മുന്നിൽ മൂടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയണം, നമ്മളൊക്കെ മുടിച്ച് എല്ലാവരെയും പ്രവർത്തിക്കായിട്ട് എല്ലാവരും ഷിയാക്കൾ ഷിയാക്കൾ മാറ്റിയിട്ടുണ്ട്. ഷിയാക്കൾ നമ്മളൊപ്പം ഖബറിന് സുജൂദ് അവർ നമ്മളൊപ്പം എല്ലാ അഭിപ്രായ വ്യത്യാസം നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഒരു വിഭാഗത്തിന്റെ നിലപാടാണ്. വേറെ വിഭാഗം എന്തൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ ചെറിയൊരു അഭിപ്രായത്തിൽ ഉദാഹരണത്തിന് മുഖം മറക്കൽ വാജിബാണ് എന്ന് പണ്ടേമാർക്കൊരു അഭിപ്രായമുണ്ട്. സുന്നത്താണ് അഭിപ്രായം. എന്റെ അഭിപ്രായം വാജിബാണ്, നിങ്ങളെ അഭിപ്രായം സുന്നത്താണ്. രണ്ടാമത്തെ ദിവസം നിങ്ങളെ കണ്ടാൽ സലാം പറയും. ഒന്ന് വാജിബാന്ന് പറയട്ടെ, എന്താണ് ഞാൻ സലാം പറയും. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അഭിപ്രായ വ്യത്യാസം, എന്റെ അഭിപ്രായ വ്യത്യാസം എന്തായാലും ഭിന്നതയാണ്. വേറൊരു വിഭാഗം ആളുകൾ നിങ്ങൾക്ക് കാണാം, അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ അവർ ദീനോട് നടക്കുന്നില്ല. അഭിപ്രായ വ്യത്യാസം ഞാൻ ഇതിലേക്ക് അടുക്കാനാണ്. ഇവരെല്ലാവരും ഒരുമിച്ചിട്ട് ഞാൻ എന്തേ ഉള്ളൂ ദീനെ കളിക്കൊണ്ടിരിക്കുന്ന. ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോട് ജനങ്ങൾ പല രൂപത്തിൽ സമീപനം നടത്തുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അവരോടൊക്കെ നമുക്ക് പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥം നിങ്ങൾ അയച്ചത് എന്തിനാണ്? എന്തിനാണ് അള്ളാഹു നിങ്ങളെ അയച്ചത്? നമ്മൾ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അയച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദ.
അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജനങ്ങളെ എല്ലാവരെയും അവൻ ഒരൊറ്റ സമുദായമാക്കി മാറ്റുമായിരുന്നു. അന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ആയത്തിന്റെ അർത്ഥം എന്താപ്പോ? അങ്ങനെ ആയിട്ടില്ല. അവിടെ ജനങ്ങളെല്ലാവരും ഒരേപോലെ നിൽക്കുന്നുണ്ടോ? ഇല്ല, എല്ലാവരും ഭിന്നിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമായിരുന്നു. പക്ഷേ ولو شاء ربك لجعل الناس أمة واحدة. ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم. إلا من رحم ربك. الله سبحانه وتعالى ولا يزالون مختلفين. എന്നാൽ ولا يزالون مختلفين, എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ ഒരൊറ്റ സമുദായമാകുമെന്ന്. പക്ഷെ ولا يزالون مختلفين, എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. إلا من رحم ربك, നിന്റെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവരല്ലാതെ. ولذلك خلقهم, അതിനു വേണ്ടിയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചത്. ഈ ആയത്ത് ശരിക്കും നിങ്ങൾ വീട്ടിൽ എഴുതിയെടുത്തിട്ട് ആ ആയത്തിന്റെ അർത്ഥങ്ങൾ ശരിക്കും വായിച്ചു നോക്കണ്ട. ഈ ആയത്തിന്റെ വിഷയത്തിൽ 2 തഫ്സീറുകളുണ്ട് പണ്ഡിതന്മാർ. ഞാൻ ആയത്തൊന്നുകൂടി ഓതാം. ആ ആയത്ത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ ശാഅ റബ്ബുക. നിങ്ങൾ ആയത്തിന്റെ ഘടന ശരിക്കും പരിശോധിക്കണം. ഈ ആയത്തിൽ വലിയൊരു അത്ഭുതമുണ്ട്, ആയത്തിൽ വലിയൊരു പാഠമുണ്ട്. അള്ളാഹു പറയുന്നു, വലൗ ശാഅ റബ്ബുക, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജഅല الناس ഉമ്മത വാഹിദ, ഈ മനുഷ്യരെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. വലാ യസാലൂന മുഖ്തലിഫീൻ, എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാ മൻ റഹിമ റബ്ബുക, നിന്റെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവരല്ലാതെ അവരെല്ലാവരും ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. അവരെല്ലാവരും അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടേയിരിക്കും. വലിദാലിക ഖലഖഹും, അതിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത്. ഈ അതിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പണ്ടവർക്ക് 2 അഭിപ്രായങ്ങളുണ്ട്, 3 അഭിപ്രായങ്ങളുണ്ട്. 2 അഭിപ്രായം നമ്മൾ പറയും. 3ാമത്തെ അഭിപ്രായം ചിലപ്പോൾ മനസ്സിലാക്കും. അത് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം വലിദാലിക ഖലഖഹും, അതിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഭിന്നിക്കാൻ വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത്. അവർ ഭിന്നിച്ചോണ്ടേയിരിക്കും. അവരെ സൃഷ്ടിച്ചതിന്റെ പിന്നെ അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ്? അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. എന്നിട്ട് ആ ഭിന്നിപ്പിൽ സത്യത്തിലേക്ക് ആരെത്തുന്നു? അതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. ഒന്നാമത്തെ അർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം വലിദാലിക ഖലഖഹും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ലാ മൻ റഹിമ റബ്ബുക, നിന്റെ റബ്ബിന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ സൃഷ്ടിച്ചത്. അപ്പൊ എന്തായി? അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഭിന്നിക്കാതിരിക്കുക, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കാതിരിക്കുക എന്നതിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച്, ആദ്യത്തേത് ഏതാണ്? പ്രാപഞ്ചിക നിയമമാണ്. രണ്ടാമത്തെ അല്ലാഹുവിന്റെ ശറഈഅയാണ്. മനസ്സിലായത്? ഈ 2 ആയത്തുകളാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് കൂട്ടി വായിച്ചു നോക്കി. അള്ളാഹു എന്തിനെ സൃഷ്ടിച്ചത്? ഭിന്നിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ ഉദ്ദേശം മനുഷ്യന്മാർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന. മനസ്സിലായി? എനിക്ക് ടൈറ്റുണ്ടാവും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ മനസ്സിലാവില്ലെങ്കിൽ ചിക്കണം, ഒരു പ്രശ്നം വേണ്ട, ഒരു പ്രസംഗിക്കാൻ വേണ്ടി വന്നല്ലേ. അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? ഈ 2 അർത്ഥങ്ങൾ ഇത് കിട്ടും. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഭിന്നിക്കാൻ വേണ്ടിയാണ്, അത് അതിന്റെ പ്രാപഞ്ചികമായ ഉദ്ദേശമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം എന്താണ്? വലിദാലിക ഖലഖഹും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പുകളും കക്ഷിത്വങ്ങളും നമ്മൾ സത്യം കണ്ടെത്താൻ നമ്മൾ. ഇത് ധാരാളക്കണക്കിന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാർ പലപ്പോഴും പറയുന്നു എന്താണ്? നമ്മൾ ഒരുമിക്കണം, മുസ്ലിം ഉമ്മത്ത് ഒരുമിക്കണം, ഇത്ര വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കണം. നമുക്കെതിരെ ഇവിടെ ജൂതന്മാരും ക്രൈസ്തവരും വാളെടുത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സംഘടിക്കുകയും നമ്മൾ ഐക്യത്തിലാവുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവർ
നമ്മളെ തകർക്കുന്നതാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലുള്ള അല്ലെങ്കിൽ അതേ ചിന്താഗതികൾ പല ആൾക്കാരും പറയുന്നു. മുസ്ലിങ്ങൾ അഭിപ്രായത്തൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നവർ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കുക, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നം ഈ ഉമ്മത്തിന്റെ പുറത്തു നിന്നല്ല, പക്ഷെ ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ നിന്ന്. ഈ ഉമ്മത്തിന്റെ പുറത്തു നിന്നുള്ളവർക്ക്, യഹൂദന്മാർക്കും ക്രൈസ്തവന്മാർക്ക് ഈ ഉമ്മത്തിനെ ഒരിക്കലും പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത കാര്യം. റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ ചോദിച്ചു, അത് 2 എനിക്ക് കിട്ടിയോന്ന് കിട്ടി. ആ 2 ഒരു കാര്യം ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാ യുസല്ലിത അലൈഹിം അദുവ്വൻ മിൻ ദൂനിഹിം, അവർക്ക് പുറമെ നിന്നുള്ള ശത്രുക്കളെ അവർക്ക് മീതെ അള്ളാഹുവെ നീ അധികാരം നൽകാൻ പാടില്ല. പുറത്തുള്ള ശത്രുക്കൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ മേൽ അള്ളാഹുവെ നീ അവർക്ക് പൂർണ്ണമായ അധികാരം നൽകാൻ പാടില്ല. മുസ്ലിങ്ങളെ മൊത്തത്തിൽ അടക്കി വാഴുന്ന രൂപത്തിൽ അവർക്ക് നീ അധികാരം കൊടുക്കരുത്. പറയാൻ അള്ളാഹു എനിക്കൽക്കി. മുസ്ലിം ഉമ്മത്ത് ആ രൂപത്തിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇവിടുന്ന് തുടച്ചു മാറ്റപ്പെടുകയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു ഏറ്റെടുത്ത കാര്യമാണ്. എന്നാൽ അതിൽ റസൂലുള്ളാഹി ചോദിച്ച 2ാമതൊരു കാര്യമുണ്ട്. അതേതാണ്? അള്ളാഹുവെ ഈ സമുദായം അവർക്കിടയിൽ തന്നെ പരസ്പരം ഭിന്നിച്ച് കക്ഷിത്വത്തിലായി അവരുടെ നന്മകളും അവരുടെ മേന്മകളും ഇല്ലാതായി പോകുന്നത് അള്ളാഹുവെ നീ തടയണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹു വ്യക്തമാണ്. നിങ്ങൾ 1ാമത്തെ കാര്യത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. നമ്മളിവിടെ കുറെ വടി മാറിയിരിക്കേണ്ട കാര്യമില്ല. സൂക്ഷിക്കണം ഇല്ലാന്നല്ല ഞാൻ പറയാം. ഒരു പണി ഇരിക്കണം, വെറുതെ ഇരിക്കണം എന്നല്ല, ഇതിലെ കരുതാതിരിക്കണം എന്നല്ല. പക്ഷെ ഈ പറയുന്ന രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ അവർക്ക് നമ്മളാക്കണമെങ്കിൽ പേടിപ്പിക്കേണ്ട കാര്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യം. അത്ര വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കുക, നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയുമാണെങ്കിൽ ലാ യദുറുക്കും കൈദുഹും, അവരുടെ തന്ത്രങ്ങൾ നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് ആര് പറയാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ശരിയായ ഇസ്ലാമിന്റെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രൊട്ടക്ഷൻ ഏൽപ്പിക്കും. നമ്മൾ തയ്യാറായാണ്. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കേട്ടോ, അൻതുമുൽ അലൗന മുഅ്മിനീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ്, അള്ളാഹുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ, ശരിയായ രൂപത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നമ്മൾ ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കുൽ ഉമ്മമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ-അസലതു ഇലാ ഖത്അതിഹാ, ഭക്ഷണപാത്രത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ മറ്റു സമുദായങ്ങൾ നിങ്ങളുടെ മേൽ കൈനീട്ടാനായിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങൾ വളരെ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ നബി അത് സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അല്ല, നിങ്ങളുടെ എണ്ണത്തിലെ കുറവല്ല പ്രശ്നം, ബൽ അൻതും കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടായി, വലാകിന്നകും ഗുസാഉൻ കഗുസാഇ തൈ, എന്നാൽ ഖാനയിലൂടെ ഒഴുകുന്ന ചപ്പുചവറുകളുടെ മീതെ കിടക്കുന്ന എന്താ പറയാ, ഈ ചപ്പു പോലെയായിരിക്കും ഉണ്ടാവും, തീരെ വെയിറ്റ് ഉണ്ടാവണം. വെള്ളത്തിലെ പത പോലെ തീരെ വെയിറ്റ് ഉണ്ടാവില്ല. കുറെ കാണാൻ കുറെ ഉണ്ടാവും, പക്ഷെ തീരെ ക്വാളിറ്റി ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിന്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മേൽ നിന്നുള്ള പേടി നിങ്ങളെ കുറിച്ചുള്ള പേടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നതാണ്. മാത്രമല്ല നിങ്ങളെ 2 രോഗങ്ങൾ പിടികൂടുകയും ചെയ്യും. ഏതൊക്കെയാണത്? ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അടങ്ങാത്ത സ്നേഹവും മരണത്തോടുള്ള വെറുപ്പും. നിങ്ങൾക്ക് ആ ഹദീസ് വരെ നോക്കൂ. നിങ്ങൾ മറ്റു സമുദായങ്ങൾക്ക് നമ്മുടെ മേൽ
ഏതെങ്കിലും നിലക്കുള്ള ശക്തി കിട്ടുന്നത് പോലെ എപ്പോഴാണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവുക, നമ്മുടെ ദീനിൽ കുഴപ്പമുണ്ടാവും. നമ്മൾ സ്ട്രോങ്ങിലാണെങ്കിലോ നമുക്ക് ഒന്നും വേണ്ട, ഒരു അധികാരത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. നമ്മുടെ ദീനുണ്ടെങ്കിൽ അതില്ലെങ്കിലോ അതില്ലെങ്കിൽ നമുക്ക് എത്ര ശക്തി തരും. കൊലേ യുദ്ധത്തിൽ ഇപ്പൊ എന്തായിരുന്നു അവസ്ഥ? പവർ കുറയേണ്ടായിരുന്നില്ലേ, ആൾക്കാർ കുറയേണ്ടായിരുന്നില്ലേ, പക്ഷെ തിരിഞ്ഞോടി. മുസ്ലിങ്ങൾ അവരിൽ പലരും തിരിഞ്ഞോടേണ്ടി വന്നു. മുസ്ലിങ്ങൾക്ക് പരാജയത്തിന്റെ വക്കത്തോളം അവരെത്തി. ഉഹദ് യുദ്ധം നബിയുടെ കൽപ്പന ചെറിയൊരു കൽപ്പനയാണ്, അത് ധിക്കരിച്ചു പോയി, അത് അനുഭവിക്കേണ്ട അവരെ അനുഭവിച്ചു. എന്നാൽ ബദർ യുദ്ധമോ 3 ഇരട്ടി വരുന്ന സൈന്യമാണ് മുന്നിൽ വെക്കുന്നത്. എണ്ണം വളരെ കുറവാണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സഹായം നൽകി. അപ്പൊ നമുക്ക് പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ വലിയ പ്രശ്നം നമ്മുടെ ഉള്ളിലാണ്. ഇത് നമ്മൾ പരിഹരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ശിർക്കും അതുപോലെ തന്നെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ പുറത്തേക്കാണ്. അള്ളാഹുവിന്റെ കിതാബിലേക്ക് റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് നമ്മൾ ശരിയായി മടങ്ങണം. അങ്ങനെ നമ്മൾ ഒരുമിക്കണം. നമ്മൾ ഒരുമിക്കുക എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ടുള്ള, അതല്ലെങ്കിൽ അതൊന്നും ചർച്ച ചെയ്യാതെയുള്ള, നമുക്ക് അതൊക്കെ അതിന് ശരിയായിക്കോളും എന്ന് പറയുന്ന നിലപാട് ഇഖ്വാനി നിലപാടാണ്. സുറൂറികൾ പണ്ട് എന്താ പറയാ ഒരു ഭിന്നിപ്പുണ്ടായിരുന്നല്ലോ, അന്ന് സുറൂറികൾ കൊണ്ടുവന്ന ഒരു ഖാഇദ, ഒരു അടിസ്ഥാന നിയമം തന്നെ അവർ പറഞ്ഞിരുന്നു, നതആവനു ഫീമാ ഇത്തഫഖ്നാ വനഅ്ദുറു ബഅ്ദുനാ ബഅ്ദൻ ഫീമാ ഇഖ്തലഫ്നാ. നമുക്ക് യോജിപ്പുള്ള മേഖലകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പരസ്പരം സഹകരിക്കാം. നമ്മൾ തമ്മിൽ അഭിപ്രായത്തിലുള്ള വിഷയത്തിലോ അതൊക്കെ നമ്മൾ പരസ്പരം വിട്ടുകൊടുക്കും. നിനക്ക് അങ്ങനെ അത് നീ എടുത്തോ, എനിക്ക് വിരോധമില്ല എന്ന നിലപാട് എല്ലാവരും സ്വീകരിക്കണം. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ക്ഷയിപ്പിക്കാൻ മാത്രമേ കാരണമാകൂ. മുസ്ലിം ഉമ്മത്ത് ഒരേ രൂപത്തിൽ നിലകൊള്ളും. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യല്ല വേണ്ടത്, മൂടി വെക്കുകയാണ്. മറിച്ച് അതിന് ശരിയിലേക്ക് എത്താൻ നമ്മൾ എല്ലാവരും പറ്റും. അപ്പോൾ മാത്രമേ ഈ ഉമ്മത്തിന് അല്ലാഹു വാഗ്ദാനം ചെയ്ത സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിൽ ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാ ബുദ്ധിമുട്ടില്ല بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد. നമ്മൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച അവൻ നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഈ ഉമ്മത്തിന്റെ ഒരുമയും ഐക്യവും. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമാവുകയും അവരെ പ്രശ്നങ്ങൾ ബാധിക്കുകയും ചെയ്യുമെന്ന് ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ പ്രാദേശികമായ നിയമത്തിൽപ്പെട്ടതുമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഉമ്മത്തി ഹാദിഹി ഉമ്മത്തുൻ മർഹൂമ, എന്റെ ഈ സമുദായം മുസ്ലിം ഉമ്മത്ത് അത് ഉമ്മത്തുൻ മർഹൂമ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച സമുദായമാണ്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച സമുദായമാണ്. ലൈസ ലഹാ അദാബുൻ ഫിൽ ആഖിറ, ഈ ഉമ്മത്തിന് പരലോകത്ത് ശിക്ഷ ഉണ്ടായിരിക്കുകയില്ല. അതിന്റെ അർത്ഥം പരലോകത്ത് തീരെ ശിക്ഷ ഉണ്ടാവില്ല, മറിച്ച് മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് ശിക്ഷ വളരെ കുറവായിരിക്കും. ഇതിന്റെ ഈ ഉമ്മത്തിനുള്ള ശിക്ഷ ദുനിയാവിലാണ്. അല്ലാഹു ഈ സമുദായത്തിനുള്ള ശിക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് ദുനിയാവിലാണ്. അൽ ഫിതനു വസ്സലാസിലു വൽ ഖത്ൽ, ഫിത്നകൾ ധാരാളമാകും. ഫിത്നകൾ ഏറ്റവും ശക്തമായ ഫിത്നയാണ് ഭിന്നിപ്പും കക്ഷിത്വം ഉണ്ടാവാറ്.
അതുപോലെ തന്നെ വജ്ജലാദ് ഭൂകമ്പങ്ങൾ വർദ്ധിക്കും, വൽഖത്ൽ പരസ്പരമുള്ള കൊലപാതകങ്ങൾ വർദ്ധിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഭിന്നിപ്പും കക്ഷിത്വവും ശക്തമായി വേരോടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മെ താക്കീത് നൽകുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത് ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അതെന്താന്ന് വെച്ചാൽ, ചില ആളുകൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലർ പറയും, അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മളൊന്നും പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല, നമ്മളൊന്നും ശരിയാക്കാൻ നോക്കിയിട്ടൊന്നും യാതൊരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എന്തായാലും റസൂലുള്ളാഹി പറഞ്ഞല്ല, അപ്പൊ എന്തായാലും ഉണ്ടാവുള്ളൂ എന്ന് ചില ആളുകൾ പറയുന്നത് കാരണം അവരോട് നമുക്ക് ഒരു ചെറിയ ഉപമ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ വേഗം മനസ്സിലാവും. ഒരു മകൻ, ഒരു ചെറിയ കുട്ടി അല്ലെങ്കിൽ ഒരു കൗമാരക്കാരനായ ഒരു വ്യക്തി അമേരിക്കയിലേക്ക് പോവാന്ന് വെച്ചു. അമേരിക്കയിൽ ഇപ്പോൾ പഠനത്തിന് വേണ്ടി പോവാ. അപ്പൊ വാപ്പ പോണതിന് മുന്നേ വാപ്പ സ്വന്തമായിട്ട് പറഞ്ഞു കൊടുക്കും, മോനെ അവിടെ പോയി കഴിഞ്ഞാൽ ആകെ വൃത്തികളും തെർമാടത്തങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് അമേരിക്ക എന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ത് ചെയ്യണം, അവിടെ പോയി ഇങ്ങനെ കാണും, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏതായാലും വാപ്പ പറഞ്ഞു കഴിയും ചെയ്യാനാണ് അല്ല. പക്ഷെ ആ വാപ്പയുടെ ഉപദേശം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹിയുടെ ഉപദേശം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കാലങ്ങൾ പിന്നിടുമ്പോൾ അനേകം പ്രശ്നങ്ങൾ കാണാനിരിക്കുന്നു, അപ്പോൾ നിങ്ങൾ അതിന് വിട്ടു നിൽക്കണം. ഇതാണ് ഈ താക്കീതുകളൊക്കെ ഉദ്ദേശം. പല ആളുകളും ഇത് നേരെ തെറ്റായി കാണും. അൽ-ഇഹ്തിജാജു ബിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് തങ്ങളുടെ തിന്മക്ക് ന്യായമില്ല. ഏതായാലും അത് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇനിയിപ്പോ നമ്മൾ ചെയ്തിട്ട് കാര്യം. മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു, വലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ശിർക്ക് ചെയ്യില്ലെങ്കിൽ ഞങ്ങളെ വാപ്പമാരും ശിർക്ക് ചെയ്യില്ല. എന്തായാലും അർത്ഥം ഖദർ കൊണ്ട് തെളിവ് പിടിക്കലാണ് തങ്ങളുടെ തിന്മക്ക് വരും. ഈ സ്വഭാവത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഏതായാലും റസൂലുള്ളാഹി ഭിന്നിക്കുന്നു പറഞ്ഞു, ഇപ്പൊ എന്തായാലും ഭിന്നിക്കുമല്ലോ, അപ്പൊ പിന്നെ നമ്മൾ നന്നാക്കാൻ നമുക്ക് കാര്യമില്ല എന്ന് പറയുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയത്തിൽ, ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂറുള്ള മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എന്താ നിശ്ചയിച്ചിരിക്കുന്നത് അറിയോ? ചിലപ്പോൾ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് അള്ളാഹു ഇവിടെ ഒരുമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളെ കൊണ്ട് വേറൊരു നാട്ടിലും ഉദ്ദേശിച്ചിട്ടില്ല, കൊടുങ്ങല്ലൂർ മാത്രമാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ നിയമത്തെ നമ്മൾ, അല്ലെങ്കിൽ അവൻ നിശ്ചയിച്ച കാര്യത്തെ നമ്മൾ നേരിടേണ്ടത് അവന്റെ ശർഈയായ നിയമം കൊണ്ടാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണില്ല, ഖദരിയത്തിന്റെ അല്ലെങ്കിൽ ജബറിയന്റെ ആളുകൾ പറഞ്ഞ പോലെ ഏതായാലും അള്ളാഹ് പറഞ്ഞാൽ നമുക്കൊന്നും ഇനി ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കൽ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ രീതിയല്ല. മറിച്ച് നമ്മൾ കൊണ്ട് അള്ളാഹു എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അള്ളാഹു നമ്മളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യും. അതിൽ പെട്ടതാണ് ഭിന്നിപ്പുകളിൽ നിന്നും കക്ഷിത്വങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുക എന്നതും മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം, ശരിയായ രൂപത്തിലുള്ള ഐക്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേരിന് മാത്രമുള്ള ഐക്യമല്ല, മറിച്ച് ശരിയായ ആദർശത്തിലും അഖീദയിലും സുന്നത്തിലുമുള്ള ഐക്യത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിന് അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കണം, അംറു ബിൽ മഅറൂഫ് നഹ്യി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇങ്ങനെ ഈ ഉമ്മത്തിനെ സത്യത്തിലേക്ക് കൊണ്ടുവരാനും അവരെ ഏറ്റവും ശുദ്ധമായ, ഏറ്റവും നന്മയുള്ള ഉമ്മത്തായി മാറ്റാൻ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ പരിശ്രമിക്കണം. അതാണ് അല്ലാഹു നമ്മളെ ഇസ്ലാമാക്കിയത്. അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. 3 തവണ നബി പറഞ്ഞു, തീർച്ചയായും ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഫിത്നകളിൽ നിന്ന് വേറിട്ട് നിന്നവനാണ്, ഫിത്നകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിച്ചവനാണ് യഥാർത്ഥത്തിലുള്ള ഭാഗ്യവാൻ. ഒരു ഫിത്നയിൽ അകപ്പെടാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്നകളിൽ നിന്ന് വർദ്ധിച്ചിട്ട് എനിക്ക് പറയാൻ, അൽ ഖാഇദു ഫീഹാ ഖൈറുൻ മിനൽ മാഷി, നടന്നു പോകുന്നവനേക്കാൾ ആ ഫിത്നയിൽ നല്ലത് നിൽക്കുന്നവനാണ്. വൽ ജാലിസു ഫീഹാ ഖൈറുൻ മിനൽ ഖാഇദ്, നിൽക്കുന്നവനേക്കാൾ നല്ലത് ഇരിക്കുന്നവനാണ്. അല്ലേ? എത്രമാത്രം ഫിത്നയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും അത്ര ഫിത്നയിൽ നിൽക്കുന്നു, അത്രയധികം ഫിത്നയിൽ നിന്ന് മാറി നിൽക്കണം. ആ ഫിത്നകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഫിത്നയാണ് ഭിന്നിപ്പുകളും കക്ഷിത്വങ്ങളും എന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുന്ന സംഭവമാണ്. കാരണം ഈ ഉമ്മത്തെ ഇന്ന് ബാധിച്ച് നോക്കുന്നതിലേക്ക് ബക്കർ അബൂസൈ അസുഖമുള്ള, നിങ്ങൾ പലർക്കും അറിയുന്ന ആളെ ബക്കർ അബൂസൈ സലഫി പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. ശേഖ് ഇബ്നു ബാസിന്റെ കാര്യം മനുഷ്യനാണ്, വലിയൊരു പണ്ഡിതനാണ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന് പുസ്തകമുണ്ട് ഹുക്മുൽ ഇജ്തിമാഇ ജമാഅത്ത്. ആ പുസ്തകത്തെ അദ്ദേഹം തുടക്കത്തിൽ പറയുന്നു, നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പറയാനുണ്ട്.
അദ്ദേഹം പറഞ്ഞു മുസ്ലിം ഉമ്മത്ത് മദ്ഹബുകളോടുള്ള പക്ഷപാതിത്വത്തിൽ നിന്ന് 4 മദ്ഹബുകളോടുള്ള പക്ഷപാതിത്വം ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഈ 4 മദ്ഹബുകളോടുള്ള പക്ഷപാതിത്വത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പതുക്കൊന്ന് രക്ഷപ്പെട്ടിങ്ങനെ വരുന്ന സമയത്താണ് പുതിയ പക്ഷപാതിത്വങ്ങളും ഭിന്നിപ്പുകളും മറ്റു പല രൂപങ്ങളിൽ അവരെ പിടികൂടിയത്. ഇപ്പൊ നിങ്ങൾ മദ്ഹബി പക്ഷപാതിത്വം എവിടെയും കാണുന്നു. പേര് മാത്രം പറയുന്ന ശാസ്ത്രീയം ഒരു ശാസ്ത്രീയത്തും ഉണ്ടാവില്ല. പക്ഷെ പുതിയ രൂപത്തിലുള്ള കക്ഷിത്വങ്ങളും ഭിന്നിപ്പുകളും മുസ്ലിം ഉമ്മത്തിനെ പിന്നീട് കൈയടക്കുന്നതാണ് നമ്മൾ കണ്ടത്. നേരത്തെ എന്തൊരവസ്ഥയിലാണോ നമ്മൾ ഈ സമുദായത്തെ രക്ഷിക്കാൻ ശ്രമിച്ച് അതിലേക്ക് നമ്മൾ പോലും അറിയാതെ വീട് പോകുന്ന അവസ്ഥ ചിലർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഭിന്നിപ്പിൽ നിന്നും കക്ഷിത്വത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് അഭിപ്രായം ഉണ്ടാകുമ്പോഴത്തേക്ക്, ഏത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴത്തേക്ക് പിളരുക, ഭിന്നിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഇനി നമ്മൾ രണ്ടല്ലേ, നിങ്ങൾ വേറെ പോയിക്കോളി, നമ്മൾ വേറെ. ഇതാണ് പല ഒറ്റ വെട്ടിൽ എന്ത് കണ്ടാവുന്നത് എല്ലാവരും നിലപാട്. മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കേണ്ടവരല്ല, മറിച്ച് ഭിന്നിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങൾ 2 രൂപത്തിലുണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും, നിങ്ങൾ ഇടയിൽ ചോദിച്ചോളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ മടി വിചാരിക്കാൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ 2 രൂപത്തിലുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസം ഞാൻ പറയുന്നു. അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ ഉണ്ട്. ഉദാഹരണത്തിന് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തന്നെ അഭിപ്രായ വ്യത്യാസം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് വന്നത് മുതലുള്ള അഭിപ്രായ വ്യത്യാസം. ഒരു വിഭാഗം കാഫിറുകൾ, ഒരു വിഭാഗം മുസ്ലിങ്ങൾ. ഫമിൻകും കാഫിറുൻ വമിൻകും മുഅ്മിൻ. നിങ്ങളിൽ കാഫിറുണ്ട്, നിങ്ങൾ മുഅ്മിനുണ്ട്. 2 വിഭാഗമാണ് മനുഷ്യന്മാർ. ജനങ്ങളെല്ലാവരും ഒരൊറ്റ സമുദായമായി. പിന്നെ അവർ ഭിന്നിച്ചു. പ്രവാചകന്മാർ വന്നതിന് ശേഷം തെളിവുകൾ കണ്ടതിന് ഭിന്നിക്കുകയാണ് ഉണ്ടായത്. മുസ്ലിം ഉണ്ടായി, കാഫിറുണ്ടായി. ഈ ഭിന്നിപ്പുണ്ട്. ഇതിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, മുസ്ലിങ്ങളുടെയുള്ള ഭിന്നിപ്പിനെ പറ്റിയാണ്. അതിൽ തന്നെ മുനാഫിക്കുകളെ നമുക്ക് മാറ്റി നിർത്താം. ഉദാഹരണത്തിന് അമുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ കുറെ ഭിന്നിപ്പുകളുണ്ട്. അതിനെപ്പറ്റി ഒന്നുമല്ല നമ്മളോട് ചർച്ച. മുസ്ലിങ്ങളുടെ ഇടയിലെ ഭിന്നിപ്പാണ്. അമുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ നസറാനികളും പിന്നെ ക്രൈസ്തവരും യഹൂദന്മാരും ഉണ്ട്. ആ അഭിപ്രായത്തിൽ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലാണ്ടിരിക്കുന്ന ഏതെങ്കിലും ആ അഭിപ്രായത്തിൽ 2 പേർക്ക് 2 അഭിപ്രായമുണ്ട്. ഈ 2 അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണോ? 2 തെറ്റാണ്. ഇതിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസത്തെ പറ്റി. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന് ഇഖ്തിലാഫു തനവ്വു, എഴുതിയിട്ടുണ്ട് പറ്റുന്ന ആൾക്കാർ. ഇഖ്തിലാഫു അത്തനവ്വു, അതിന് വേണമെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ അർത്ഥം പറയാൻ സാധിക്കും: വൈവിധ്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. എന്നുവെച്ചാൽ അതൊരിക്കലും എന്തല്ല, വൈവിധ്യങ്ങളല്ല. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ എങ്ങനെ ഓതാം? മാലിക് യൗമിദ്ദീൻ ഓതാൻ മലിക് യൗമിദ്ദീൻ ഓതാം. ഒരു അഭിപ്രായ വ്യത്യാസമല്ലേ? ഏതെങ്കിലും ഒരു ഓതിയാൽ 2 പേർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഖിലാഫു തനവ്വുഅ്, അതൊരു തശഹ്ഹുദിലുള്ള പ്രാർത്ഥന. ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിലുള്ള പ്രാർത്ഥന വേറെയാണ്, ഇബ്നു മസ്ഊദിന്റെ പ്രാർത്ഥന വേറെയാണ്, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസിന്റെ പ്രാർത്ഥന വേറെയാണ്. ഇതിന്റെ പേരിൽ ഞാൻ ഓതുന്ന തശഹ്ഹുദിലുള്ള പ്രാർത്ഥന നീ ഓടുന്നില്ല, അന്ന് നമ്മൾ 2 വെവ്വേറെ പാർട്ടിയാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ഖിലാഫു തനവ്വുഅ്. വെറും മരണാട്ടിൽ മാത്രമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വെറും സാമൂഹ്യ വിശകലനം മാത്രമുണ്ടെങ്കിലോ അതായതുള്ള തെറ്റാണ്. അതേസമയം ഞാൻ പറഞ്ഞത് ഓരോ ഉദാഹരണത്തിന് മതം പഠിക്കാൻ ഞാൻ കൂടുതൽ പഠിക്കുന്ന ഉദാഹരണത്തിന് ഹദീസാണ് വെച്ചത്. നിങ്ങൾ കൂടുതൽ പഠിക്കുന്ന ഖുർആനാണ്, നിങ്ങൾ കൂടുതൽ പഠിക്കുന്ന ഫിഖ്ഹാണ്. ഇതൊക്കെ എന്താ ഖിലാഫുത്തനവ്വു പറയാൻ? നിങ്ങൾ ഖുർആൻ, നിങ്ങൾ ഹദീസിനെ പഠിക്കണം എന്ന് പറഞ്ഞാലോ, ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലോ പറയാൻ പാടില്ല. ഇതൊക്കെ ഖിലാഫുത്തനവ്വു എന്ന വിഭാഗത്തിലേക്ക് വരും. അതിന്റെ പേരിൽ എന്തുണ്ടാവേണ്ടിയില്ല, കക്ഷിത്വം ഉണ്ടാവേണ്ടിയിട്ട് പേരില്ല. ഞാൻ പറയും, പിന്നെ ഉദാഹരണത്തിന് ഇസ്ലാത്തിൽ പറഞ്ഞില്ലേ, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ പെണ്ണ് പ്രകൃതി പോയി. ആരുടെ പ്രവർത്തനം അവർ സ്വീകരിക്കുന്നത് പറയാൻ പറ്റില്ല. നന്മ ആർക്കും ചെയ്യാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇസ്ലാമിലെ വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ പിന്നാലെ പോകും. സംഘടനകളോട് നമുക്ക് പറയാനുള്ള ഉപദേശമാണ്,
എന്ന് പറഞ്ഞാൽ സംഘടനയിൽ സാമൂഹ്യത്തിൽ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം തൗഹീദി ദഅവ എന്നത് ഒന്നാമത്തെ വാജിബാണ്. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇത് മാത്രമേ നടക്കരുത്. മനസ്സിലായോ? അപ്പൊ അവരതിന് പരിശ്രമിക്കുന്നില്ല, നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ അതേസമയം നിങ്ങളുടെ മേലുള്ള ഒന്നാമത്തെ വാജിബ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറ്റു പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല. അതേപോലെ ഒരാൾ ഹദീസ് ഇങ്ങനെ ഹിഫ്ളാക്കിയിട്ടുണ്ട്, കുറേ ഹദീസ് ഹിഫ്ളാക്കി, പക്ഷെ അഖീദയിലുള്ള വിശ്വാസപരമായ ഏതെങ്കിലും ഒരു കാര്യം ഒന്നും അറിയില്ല. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയില്ല, എന്താ തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ അറിയില്ല. കാര്യമുണ്ടോ? ഇല്ല. അത് ഖിലാഫു തനവ്വുഅ്, വൈവിധ്യങ്ങളല്ല. ഒരു വാജിബായ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കി എന്ത് ചെയ്യരുത്, ഇത്തരം വൈവിധ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞു എനിക്ക് മനസ്സിലായല്ലോ? മനസ്സിലായോ? ആവർത്തിക്കണം കൂടി. ഖിലാഫു തനവ്വുഅ് എന്ന് പറയുമ്പോൾ തോന്നുന്നുണ്ട് ആവർത്തിക്കണം. ഖിലാഫു തനവ്വുഅ് എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളാണ്. അതിന്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരാൾക്ക് കൂടുതൽ വേറെ ഇബാദത്ത് കുറിച്ച്, ഉദാഹരണത്തിന് ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ ജിഹാദിലായിരുന്നു, ചില ആളുകൾ ദീൻ പഠിക്കുന്നതിലായിരുന്നു, ചില ആളുകൾ ഇബാദത്തായിട്ട് കൂടിയ ആൾക്കാരായിരുന്നു. പല രൂപത്തിലായിരുന്നു മുസ്ലിം ഉമ്മത്ത്. ഇതുകൊണ്ടൊന്നും എന്തുണ്ടായിട്ടില്ല, ഭിന്നിപ്പുണ്ടായിട്ടില്ല. മനസ്സിലായോ? ഇതിന്റെ പേര് ജിഹാദിനെ, നിങ്ങളെന്താ ജിഹാദിനെ നിങ്ങൾ വെറും പഠിപ്പന്നെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മുസ്ലിം ഉമ്മത്തിലെ ഓരോ വിഭാഗവും അവർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനം ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് ജിഹാദിൽ പോകണം. പക്ഷെ 5 സംസ്കാരമില്ല. അങ്ങനെ പറ്റുമോ? ഇല്ല. വാജിബായ കാര്യം ഒഴിവാക്കി ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ കൂടാൻ പാടില്ല. ചിലപ്പോൾ നമ്മളെ ആൾക്കാരെ ചില പ്രവർത്തകർ സുഹൃത്തുക്കൾ പറയുന്നു, രാത്രി ദാവത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കാൻ കിട്ടുന്നില്ല, ദാവത്തിനുള്ളതുകൊണ്ട് ഉപയോഗിക്കാത്തിന് സമയമില്ലാന്ന് ചെല്ലു പറയുന്നു. അതേപോലെ ദഅവ നടക്കണം, പക്ഷെ അതിനേക്കാൾ വലിയ വാജിബാണ് എന്ത്, അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ഇന്നലെ കൂടാൻ പാടില്ല. അപ്പോൾ വാജിബ് ആയ കാര്യങ്ങൾ നിർവഹിച്ചതിനു ശേഷം ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ പ്രവർത്തനവും അയാൾ കൂടുതൽ അതിനെ സ്വീകരിക്കുന്നതിന് അതുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതുകൊണ്ട് ഉണ്ടാവരുത്, മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ അത് മാത്രം ഞാൻ ചെയ്യണ പോലെ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല. മറിച്ച് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ വെറും ഖിലാഫു തനവ്വുഅ് എന്ന വിഭാഗത്തിലാണ് അത് പെടുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഒരു രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. അതിന് ഉദാഹരണമാണ് ചില പണ്ഡിതന്മാർ ഉദാഹരണമായി പറയാറുള്ളത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ എങ്കിൽ കൂടി തെറ്റില്ലാത്തൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബനൂ ഖുറൈദയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ സഹാബികളോട് പറഞ്ഞു, ലാ യുസല്ലിയൻ من كان يؤمن بالله واليوم الآخر فلا يصلي الناس صلاة العصر. മലയാളത്തിലാണ്. അള്ളാഹുവിന്റെ മന്ദിരത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ബനൂ ഖുറൈദ എത്തുന്നത് വരെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അശ്രദ്ധിക്കാൻ പാടില്ല. ബനൂ ഖുറൈദ എത്തുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അശ്രദ്ധിക്കാൻ പാടില്ല. യാത്ര പുറപ്പെട്ടിരുന്ന സ്ഥലത്തിൽ പറഞ്ഞു. അപ്പൊ ചില സഹാബികൾ മനസ്സിലാക്കി നബി പറഞ്ഞതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബനൂ ഖുറൈദയിലേക്ക് അസറിന്റെ സമയം കഴിയണതിന് മുന്നേ എത്താനാണ് നബി പറഞ്ഞത്. സ്പീഡ് കൂടി നടക്കണം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അവരെന്ത് ചെയ്തു, യാത്രയുടെ നിസ്കരിച്ചു, അവർ സ്പീഡിൽ യാത്ര ചെയ്തു. വേറെ വിഭാഗം പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞ് ബനൂ ഖുറൈദയിൽ എത്തിയിട്ട് നിസ്കരിക്കാൻ പാടില്ല. അവര് ബനൂ ഖുറൈദയിലെത്തി സമയം കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ 2 വിഭാഗത്തെ എന്ത് ചെയ്തില്ല, കുറ്റം പറഞ്ഞില്ല. 2 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചില്ല. മറിച്ച് അവർ 2 പേരും ശരിയില്ല. ഇത് ഖിലാഫു തനവ്വുഅ്, വൈവിധ്യങ്ങളാണ്. ഒരിക്കലും വൈവിധ്യങ്ങളല്ല. അതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാത്തവരെ കുറ്റം പറയാൻ പാടില്ല, നിസ്കരിച്ചവരെ കുറ്റം പറയാൻ പാടില്ല. 2 പേർക്കും എന്തുണ്ട്, അവരുടേതായ നിലപാടുകളുണ്ട്. അതിന്റെ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല, ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവും. വേറെ ഉദാഹരണം പറഞ്ഞു, പിന്നെ ഹിലാലി കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ പണ്ഡിതന്മാർക്കിടെ ചർച്ചയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിഷയത്തിലേക്ക് വരും. പക്ഷെ ഞാൻ പറയാം, ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടാൽ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈദ് ആഘോഷിക്കണമോ വേണ്ടയോ, നോമ്പ് തുടങ്ങണോ വേണ്ടയോ, ഇത് പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇത് ഞാനൊരു നിലപാട് സ്വീകരിച്ച് അതിനെതിരായിട്ടാണ് നിങ്ങളുടെ നിലപാട്. അതിന്റെ പേരിൽ നിങ്ങളും ഞാൻ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല,
ഭിന്നിപ്പുണ്ടാവാൻ കഴിയും. കാരണം പണ്ഡിതന്മാർക്കിടയിൽ വരെ ആ ചർച്ച എന്താണ് മതിയായിരുന്നു അല്ലേ? വിഷയത്തിലേക്ക് നമ്മൾ വരും. അതിലേക്ക് നിങ്ങൾ കൂട്ടിവെക്കെ. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാലും ആളുകൾ എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് ദൂരം അവരൊരു പാർട്ടി ഇടുന്നില്ല. പള്ളി കമ്മിറ്റിയിലുള്ള 2 മീറ്റിംഗ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ചിലപ്പോ ദീനിയായ മസല ലഭിക്കും, ചിലപ്പോൾ വളരെ ദുന്യവയായ കാര്യങ്ങൾക്ക് വരെ ആളുകൾ എന്ത് ചെയ്യും? മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാം. തങ്ങളുടെ അധികാരത്തിന്, തങ്ങളുടെ സ്ഥാനം, തങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടി. അത് അള്ളാഹുവിനെ പേടിക്കുന്നില്ല. ആരാണ് ചെയ്യുന്നത്? അങ്ങനെ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത ആളുകളൊക്കെ ചരിത്രം എടുത്തു നിൽക്കും. അള്ളാഹു ദുനിയാവിന് ശിക്ഷ കൊടുക്കാൻ ആളുകൾ ഉമ്മത്തിനെ ഭിന്നിപ്പിച്ച ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഭിന്നിപ്പ് ആഗ്രഹിക്കുന്നവരെ. ചില ആൾക്കാർ പറയുന്നു കിളർപ്പ് ഉണ്ടായതിനു ശേഷം ഉഷാറായി, നിങ്ങൾ ആ കിളർപ്പ് ഒരു അനുഗ്രഹമാണ് എന്നൊക്കെ പറയുന്നു. നമ്മൾ ആ വാക്ക് പ്രയോഗിക്കുകയും ശരിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കിളർപ്പ് കാരണം ചില വിഷയങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായേക്കാം. പക്ഷെ ഒരിക്കലും എന്തല്ല, മുസ്ലിം ഉമ്മത്തിന്റെ പിളർപ്പ് എന്നത് ഒരു നന്മയല്ല, ഒരു നല്ല കാര്യമല്ല. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? ഇന്നല്ലാഹ യുഹിബ്ബു ലക്കും സലാസൻ വയക്റഹു ലക്കും സലാസ. അള്ളാഹു നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും 3 കാര്യങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ പെട്ടതാണ് അൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അള്ളാഹുവിന്റെ പാശത്തിൽ നിങ്ങൾ ഒരുമിച്ച് മുറുകെ പിടിക്കുകയും ഭിന്നിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു നിങ്ങളുടെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന കാര്യം. എന്ത് ചെയ്യരുത്? എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? 2 കക്ഷിയായി മാറി കഴിഞ്ഞ ചിന്ത. അപ്പൊ തന്നെ കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളെ വിട്ടതാണ്, വേറെ ആരൊക്കെയും ആണെങ്കിൽ കേൾക്കുമ്പോ തന്നെ അത് നമ്മളെ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഇത്തരം ആളുകൾ ചിന്തിക്കുന്നത് എന്തൊരു തെറ്റ് ഒരാൾക്ക് തിരുത്തി കഴിഞ്ഞാലും 2 കക്ഷിയായി മാറാൻ പ്രേരണയാണ് മനസ്സിലുള്ള ആളുകളുടെ മനസ്സിലുള്ളത്. സഹോദരങ്ങളെ, ഞാനീ വളരെ വലുതായി, ഇപ്പൊ എന്റെ മനസ്സിൽ മനസ്സിലായി അള്ളാഹ് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഞാൻ എന്റെ കുറച്ച് കുട്ടികൾ വേറെ കുറച്ച് ആൾക്കാർ വളരെ കണ്ടു മുസ്ലിം മുമ്പ് ഒരുമിക്കേണ്ടത് ശരിയായ അഖീദയും സുന്നത്തിൽ പരമാവധി ഒരുമിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അതിൽ നമ്മൾ പരമാവധി പ്രയത്നം. അതിൽ പെട്ടെന്ന് ഖിലാഫ് തനവ്വു, വൈവിധ്യങ്ങളാണ് ഇതൊക്കെ. ഇത് എന്ത് ചെയ്യാൻ പാടില്ല? ഭിന്നിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മാറി നിൽക്കാൻ മുസ്ലിം 2 പേരായി 2 കക്ഷിയായി മാറി നിൽക്കാൻ പാടില്ല. രണ്ടാമത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയം. വൈരുദ്ധ്യങ്ങളാണ്. ശരിയായ വൈരുദ്ധ്യം തന്നെ. ഒരാൾ പറയുന്നു ഇത് ഹലാലാണ്, വേറൊരാൾ പറയുന്നു ഇത് ഹറാമാണ്. നേരത്തെ പറഞ്ഞാൽ ഇതും ഇതും ചെയ്യാനല്ല. മറിച്ച് ഒരാൾ പറയുന്നു ഇത് ഹലാലാണ്, വേറൊരാൾ പറയുന്നു ഇത് ഹറാമാണ്. ഇതാണ് ഖിലാഫു തവാദ്. ഉദാഹരണത്തിന് അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥന പാടുള്ളൂ എന്നൊരു വിഭാഗം. വേറൊരു വിഭാഗം പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ, അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥന കൊടുക്കാം. ഇതെന്താണ്? ഖിലാഫു തവാദ്, വൈരുദ്ധ്യമാണ്. ഇത്തരം വൈരുദ്ധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഭിന്നിപ്പിലേക്ക് നയിക്കുന്നത്. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളായ അഭിപ്രായ വ്യത്യാസം ചാപ്റ്റർ കാണിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം 2 രൂപത്തിൽ വൈരുദ്ധ്യങ്ങളായി കാണപ്പെടുന്ന അഭിപ്രായ വ്യത്യാസം തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. 2 ഒരാൾ ഹലാലും ഒരാൾ ഹറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായാലും ഭിന്നിപ്പുണ്ടാവാന്നിരിക്കുന്നതാണ് അല്ല. അപ്പോഴും ഭിന്നിക്കേണ്ടതില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്ന അഭിപ്രായം ഒരാൾ ഹലാലും ഒരാൾ ഹറാമെന്ന് പറഞ്ഞു. അത്തരം അഭിപ്രായ വ്യത്യാസത്തിന് 2 രൂപത്തിലാണ്. ഒന്ന്, ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ അവയിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണ്. സഹാബികൾക്കിടയിൽ വരെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം. സഹാബികൾക്കിടയിൽ ചില ആളുകൾ ഒരു കാര്യം ഹലാലാണെന്ന് പറയും, വേറെ വിഭാഗം പറയും ഹറാമാണ്, ഒരു വിഭാഗം പറയും വാജിബാണ്, ഒരു വിഭാഗം പറയും സുന്നത്താണ്. ഇങ്ങനെയുള്ള അഭിപ്രായത്തിൽ സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ അള്ളാഹു അനുവദിച്ച രൂപത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴത്തേക്ക് ഭിന്നിക്കേണ്ടതില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്.
ഖിലാഫു സലാത്ത് വൈരുദ്ധ്യങ്ങളായിട്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു മുഖം മറക്കുന്ന വിഷയം. ഞാൻ പറയുന്നത് മുഖം മറക്കൽ വാജിബാണ് എന്ന് പറയുന്ന ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, വ്യക്തമായ തെളിവില്ല. ഇത് വാജിബാണ് എന്ന് വ്യക്തമാണ്. വാജിബാണെന്ന് പറയുന്നവർക്ക് അവരുടെ തെളിവുകളുണ്ട്, സുന്നത്താണെന്ന് പറയുന്നത് അവരുടെയും തെളിവുകളുണ്ട്. അതിൽ രണ്ടുപേർക്കും പറയാൻ തെളിവുകളുണ്ട്. വ്യക്തമായി ഇതാണ് അതിന്റെ വിധി എന്ന് പറയുന്ന തെളിവ് ആ വിഷയത്തിൽ വന്നിട്ടില്ല. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിലാലിന്റെ വിഷയം. അതേപോലെ അഖീദയിൽ തന്നെ ചിലപ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം വരാം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ? ദുനിയാവിൽ വെച്ചിട്ട് സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. അതിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു ഇബ്നു മസ്ഊദിന്റെ അഭിപ്രായം. അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നായിരുന്നു ആയിഷ റളിയല്ലാഹുവിന്റെ അഭിപ്രായം. അതിന്റെ പേരിൽ ഇബ്നു മസ്ഊദ് ആയിഷ രണ്ട് പാർട്ടി ആയിട്ടില്ല. മനസ്സിലായില്ല? അത് അഖീദയിൽപ്പെട്ടൊരു വിഷയമാണ്. പിന്നീട് ഈ ശാഖാപരമായ ഒരു വിഷയങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ കണ്ടിട്ടുള്ളത്. അതുപോലെ ഖിദർ അദ്ദേഹം നബിയാണോ അല്ലേ? ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരു ഭാഗം പറഞ്ഞ് നബിയാണ്, ഒരു ഭാഗം അല്ലാന്ന് പറയും. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണോ അല്ലേ? ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം വളരെ ശരിയും അല്ലാഹു അഅലം അവർ നബിയല്ല എന്നതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. പക്ഷെ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് മറിയം ബീവി നബിയാണോ അല്ലേ. അതിന്റെ പേരിൽ എന്തുണ്ടായിട്ടില്ല, രണ്ട് അഭിപ്രായം പറഞ്ഞവരും തമ്മിൽ എന്തില്ല, രണ്ട് കക്ഷിയായി മാറുന്നില്ല. ഇതേപോലെ വേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പരലോകത്ത് ചെന്നാൽ സത്യവിശ്വാസികൾ മാത്രമാണോ അള്ളാഹുവിനെ കാണുക? അതല്ല, സത്യവിശ്വാസികളും കുഫാറുകളും അള്ളാഹുവിനെ കാണുകയും പിന്നീട് കാഫിറുകളുടെ കണ്ണിൽ നിന്ന് അള്ളാഹു മറിഞ്ഞു പോവുകയുമാണോ ചെയ്യുക? അതല്ല, വേറൊരു ഭാഗത്ത് മൂന്ന് അഭിപ്രായം ഉണ്ടാക്കിയത്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം മുഅ്മിനുകൾക്ക് മാത്രമേ അള്ളാഹുവിനെ കാണാൻ പറ്റുള്ളൂ. വേറൊരു വിഭാഗത്തിന്റെ അഭിപ്രായം മുഅ്മിനുകൾക്കും കാഫിറുകൾക്കും കാണാൻ സാധിക്കും. പക്ഷേ കാഫിറുകളുടെ കണ്ണിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു മറിഞ്ഞു പോകും. എന്നുവെച്ചാൽ അള്ളാഹു മറയും. അതുകൊണ്ട് അള്ളാഹു മറയും. മറയിടുന്ന വാക്കാൻ കുറച്ചും സൂക്ഷ്മമായതാണ്. വേറൊരു വിഭാഗത്തിന്റെ അഭിപ്രായം മുഅ്മിനുകളും മുനാഫിഖുകളും അള്ളാഹുവിനെ കാണും. പക്ഷേ പിന്നീട് മുനാഫിഖുകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു മറയും. കാഫിറുകൾക്ക് കാണാൻ തന്നെ പറ്റില്ല. മൂന്ന് അഭിപ്രായമാണ്. ഇത് ഇജ്മാ ഒരൊറ്റ അഭിപ്രായത്തിൽ മാത്രമേ ഉള്ളൂ. മുഅ്മിനുകൾ കാണുന്ന ഒരു അഭിപ്രായത്തിൽ ആലോചിക്കുന്നതല്ല. സത്യവിശ്വാസികൾ എല്ലാവരും അള്ളാഹുവിനെ കാണും. പക്ഷെ ബാക്കിയുള്ളവർ കാണുന്നില്ലെന്നുള്ള അഭിപ്രായത്തിൽ. അപ്പൊ ഇത് പറഞ്ഞവരും അത് പറഞ്ഞവരും തമ്മിൽ ഞങ്ങൾ രണ്ടുപേരും വേറെ പാർട്ടിയായി പോവാണ് എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അപ്പൊ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു പൊതുവായ സ്വഭാവം എന്താണ്? ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ വ്യക്തമായ തെളിവ് ഏതിന്റെ ഒപ്പമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഹിദർ നബി നബിയാണോ അല്ലേ, അല്ലെങ്കിൽ ഹിദർ നബിയാണോ അല്ലേ, വ്യക്തമായ തെളിവ് എന്ന് പറയാൻ പറ്റും. വ്യക്തമായ തെളിവ് നബിയാണെന്ന് വ്യക്തമായി ഖണ്ഡിതമായി പറയാൻ പറ്റുന്ന തെളിവ് പറയാൻ പറ്റില്ല. അതേസമയം കൂടുതൽ ആയത്തുകളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബിയാണ് എന്നതാണ്. പക്ഷെ എങ്കിൽ കൂടി അദ്ദേഹം നബിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന തെളിവ് നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായി അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ രണ്ട് പാർട്ടിയായി നമ്മൾ മാറ്റേണ്ട കഴിയും, രണ്ട് കക്ഷിയായി മാറേണ്ട കാര്യം. സഹാബികളൊന്നും ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, രണ്ട് കക്ഷിയായിട്ടില്ല. നമുക്ക് എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഇപ്പോ 4 ഇമാമിയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങൾ എത്ര അഭിപ്രായ വ്യത്യാസമുണ്ട്? ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും 4 ഇമാമുമാർ തമ്മിൽ. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം എനിക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഒരിക്കൽ ഒരു വ്യക്തിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു. തർക്കം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഭിന്നിച്ചിട്ടാണ്. ഇവർ തമ്മിൽ രണ്ടുപേരും അഭിപ്രായ യോജിപ്പിലെത്തിയിട്ടല്ലേ പിരിഞ്ഞത്. മീറ്റിംഗ് ഒക്കെ നടത്തി. പക്ഷെ അഭിപ്രായത്തിൽ രണ്ടുപേരും തമ്മിൽ യോജിപ്പില്ല. അങ്ങനെ തർക്കം നടത്തിയ ആൾ തിരിച്ചുപോയി. പിന്നെ അദ്ദേഹം പറയുന്നു, തർക്കം നടത്തിയ ആൾ പറയുന്നു, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ അങ്ങാടിയിൽ വെച്ച് കണ്ടു. അപ്പോൾ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം എനിക്ക് കൈ തന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മസലയിൽ അഭിപ്രായ വ്യത്യാസത്തിലായി എന്നത് പരസ്പരം സഹോദരങ്ങളായിരിക്കാൻ നമുക്ക് തടസ്സമല്ല. ഇന്ന് എത്ര ആൾക്കാരെ മനസ്സിലുണ്ട്? ഏതെങ്കിലും ഒരു വിഷയമൊന്നും
ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞതിനോടൊന്നും വിയോജിപ്പില്ലാത്ത അഭിപ്രായം പറഞ്ഞത് ഒരു ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിയ നമ്മൾ സൂക്ഷിക്കലുണ്ടാവും നമ്മളൊപ്പല്ല എന്ന് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഇത് സലഫിന്റെ രീതിയല്ല. നമ്മൾ എന്തിനാണ് ഭിന്നിച്ച് മടുത്തില്ല, മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിച്ച് മടുത്തിട്ടില്ല, കക്ഷികളായി തീർന്ന് ഇനി അവർക്ക് മടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിക്കാൻ. അപ്പോൾ സഹോദരങ്ങൾ, ഇതാണ് ഇമാമുകളുടെ നിലപാട്. 4 ഇമാമുകൾ തമ്മിൽ എത്ര വിഷയത്തിൽ അഭിപ്രായത്തിലുണ്ട്. ഫിഖ്ഹിന്റെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 4 ഇമാമുകൾക്ക് 4 അഭിപ്രായമുള്ള മസലകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവരുടെ മനസ്സുകളിലേക്ക് അഭിപ്രായത്തെ ഇറങ്ങിയിട്ടില്ല. പറയുമ്പോ അവര് രണ്ടുപേർക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരാൾ അദ്ദേഹത്തിന്റെ തെളിവ് വ്യക്തമായി സ്ഥാപിക്കുന്ന രൂപത്തിൽ സംസാരിക്കും. ഒന്നും മൂടി വെക്കൊന്നുമില്ല. അല്ലെങ്കിൽ അഭിപ്രായത്തെ സംബന്ധിച്ച ഇമാമുമാരാണ് ആൾക്കാരെങ്കിലും പറഞ്ഞ് പ്രശ്നമാക്കണ്ട, നമ്മൾ ഉള്ളിൽ നിങ്ങൾ ചർച്ച ചെയ്താൽ മതി, പുറത്തൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അവർ പുറത്തന്നെ ചർച്ച ചെയ്യുന്നത്. ഞാനിപ്പോഴും പറയാറുള്ള അതാണ്, സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം മൂടി വെച്ചുകൊണ്ടല്ല പിന്നെ ഒരുമയുണ്ടാക്കേണ്ടത്. മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്ത് ചർച്ച ചെയ്യണമാണ്, അതിന്റെ മാന്യമായ രൂപത്തിൽ. എനിക്കുള്ള അഭിപ്രായം ഞാൻ പറയട്ടെ, എനിക്കുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ എന്റെ പേരെടുത്തിട്ടുണ്ട്. ഒരു വിരോധമില്ല, ഒരു ദീനാണ്. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലത്തെ പൈസയുടെ കാര്യമുള്ളൂ, അള്ളാഹുവിന്റെ ദീനാണ്. ജനങ്ങൾ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അതിന്റെ പേരിൽ ഒരിക്കലും ഭിന്നിപ്പുണ്ടാവുകയില്ല. ഭിന്നിപ്പ് എപ്പോഴാണ് ഉണ്ടാവുക? അത്തരം അഭിപ്രായ വ്യത്യാസം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അത് നമ്മൾ രണ്ടുപേരെയും, നമുക്ക് ഒരാൾക്കും എന്റെ അഭിപ്രായം തന്നെ മറ്റൊരു പറയാൻ പാടുള്ള വാശി ഉണ്ടാവുക. ശരിയാണ്, അള്ളാഹുവിന്റെ നസ്സ് വ്യക്തമായി വന്ന വിഷയത്തിലാണെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ മ്യൂസിക് ഹറാമെന്ന് പറയും. നിങ്ങൾ പറയാം മ്യൂസിക് ഹറാമെന്ന് പറയാം, മ്യൂസിക് ഹറാമെന്ന് പറഞ്ഞു. ഞാൻ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ വിഷയത്തിൽ ഹദീസൊക്കെ കാണിച്ചു കൊടുത്ത് പറയാം, ഇത് സ്വീകരിക്കാൻ പറ്റും, മ്യൂസിക് ഹറാമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് എന്തുണ്ടായി? ബറാഅത്തുണ്ടായി. പിന്നെ നിങ്ങളോട് ആ തെറ്റിന്റെ ഗൗരവം അനുസരിച്ച് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യണം? വേർക്കുന്നത്. അതേസമയം സഹോദരങ്ങളെ, നമുക്ക് ഈ നടക്കുന്ന എല്ലാ ചർച്ചകളും ഒരഭിപ്രായം നിങ്ങളും ഒരു അഭിപ്രായം ഞാനും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട പാഠമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരാണല്ലോ ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹു തആല. ഈ 3 പേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ക്രോഡീകരിച്ചിട്ട് മാത്രം ഒരു വാല്യം വരുന്ന പുസ്തകം. ഇവർ 3 പേർക്ക് അഭിപ്രായ വ്യത്യാസം വിഷയങ്ങളല്ല. പക്ഷെ ആ 3 പേരും തമ്മിൽ അവരുടെ മനസ്സുകളിലേക്ക് ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഇറക്കിയിട്ടില്ല. ഇബ്നു ബാസിന് കുറച്ച് പാർട്ടി, അൽബാനിക്ക് വേറെ കുറച്ച് പാർട്ടി, ഇബ്നു ഉസൈമീന് വേറെ കുറച്ച് പാർട്ടി, ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും ഒരു വിളക്കുമാടത്തിലാണ് പ്രകാശിച്ചിരുന്നത്. അവരെന്ത് ചെയ്തിട്ടില്ല? ഭിന്നിച്ചിട്ടില്ല. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ, നമ്മൾ ഭിന്നിക്കണമെന്നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴും തെറ്റുകൾ തിരുത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ നിങ്ങളും ഞാനും തമ്മിൽ ബന്ധമില്ല, നമ്മളെന്തെങ്കിലും പാർട്ടി എന്നല്ല കാരണം. മുഅ്മിൻ എന്ന നിലയ്ക്ക് പരസ്പരമുള്ള നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുന്ന വാജിബാണ് നമ്മൾ വഹിക്കുന്നത്. അതിന്റെ പേരെന്തെങ്കിലും വൃത്തുവാണ്. ആരുടെ സ്വഭാവമാണ് പരസ്പരം നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുന്നത്? യഹൂദന്മാരുടെയും മുനാഫിക്കുകളുടെയും സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെ പറ്റി പറഞ്ഞത് എന്താ പറയുക? അൽ മുഅ്മിനൂന ഇന്നമൽ ഔലിയാഉ ബഅദ് അൽ മുഅ്മിനൂന ബഅദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനുകൾ പരസ്പരം സഹോദരങ്ങളാണ്, പരസ്പരം കൂട്ടാളികളാണ്. തൊട്ടപ്പുറത്ത് അല്ലാഹു പറഞ്ഞു യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നുണ്ടവർ. അതെന്തില്ല? അവർ തമ്മിലുള്ള വിലായത്തിന്, അവർ തമ്മിലുള്ള അടുപ്പത്തിന് എന്തല്ല അടുത്തമാകുന്നില്ല. നന്മ കൽപ്പിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്. ഇപ്പം ആയത്തിന്റെ ഘടന നോക്കുന്നു. മുഅ്മിനുകൾ പരസ്പര സഹോദരങ്ങൾ പറഞ്ഞ് തൊട്ട് ശേഷമുള്ള പറഞ്ഞത് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. മുനാഫിഖുകളോ അൽ മുനാഫിഖൂന ഔലിയാഉ ബഅദുഹും ബഅദ്. മുനാഫിഖുകൾ പരസ്പരം സഹോദരങ്ങളാണ്. يأمرون بالمنكر دلائل ينهون عن المعروف تأتي المغرب فكرين من البيوت التي السبب. يهود المال صباح من كانوا لا يتناهون عن منكر فعلوه.
അവർ ചെയ്ത തിന്മകൾ അവർ വിരോധിക്കുകയില്ലായിരുന്നു. യഹൂദന്മാരുടെ സ്വഭാവമാണ്. സഹോദരങ്ങളെ, വിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ട പരസ്പരം എന്ത് ചെയ്യാം? മുമ്പ് കൽപ്പിക്കണം, പിന്നെ വിരോധിക്കണം. അതിന് പേര് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ രണ്ട് കക്ഷിയായി അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ ആരും മനസ്സിൽ കരുതാനും പാടില്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനമാണ്. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് അഭിപ്രായ വ്യത്യാസമാണ്? നസ്സു വ്യക്തമാകാത്ത, ഞാൻ പറഞ്ഞു നസ്സു വ്യക്തമാകാത്ത അഭിപ്രായ വ്യത്യാസം. രണ്ടാമത്തെ വരാൻ പോകണം. നസ്സു വ്യക്തമാകാത്ത അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. എന്റെ പേര് ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. അതിന് ഉദാഹരണമായി ഞാൻ കുറേ മസലകൾ പറഞ്ഞു. അഖീദയിൽപ്പെട്ട മസലകൾ പറഞ്ഞു. അതുപോലെ ഫിഖ്ഹിൽപ്പെട്ട മസലകൾ ഞാൻ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. മുഖം മറക്കുന്നത്, സ്ത്രീകൾ മുഖം മറക്കുന്നത് വാജിബാണ്, സുന്നത്താണ്. അതേസമയം വേറെ അഭിപ്രായം എന്തെങ്കിലും ഇബ്ലീസിന്റെ അഭിപ്രായം മുഖം മറക്കുന്നത് വിദാത്താണ്. അത് ഒരാൾക്കില്ലാത്ത അഭിപ്രായം. ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തില്ല, ഒരടുപ്പമുള്ള ഒരു ബന്ധമില്ല. അതേസമയം സുന്നത്താണോ വാജിബാണോ എന്ന് വിശുദ്ധ അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഹിലാലിന്റെ കാര്യം. ഒരു നാട്ടിലെ ഹിലാലി കണ്ട എല്ലാ നാട്ടിലും നോമ്പ് തുടങ്ങണോ വേണ്ടയോ? അതിൽ പലരും ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം പിന്നെ എല്ലായിടത്തും തുടങ്ങണമെന്നാണ്. ഒരു ഭവിഷ്യത്തും സൈനികളെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ ഓരോ നാട്ടിലും അവരുടേതായ ഹിലാലി കാണണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പെട്ട നിസ്കാരത്തിന്റെ മസല സൂചിക്കുന്ന കുറേ എണ്ണതാണ്. ഉദാഹരണത്തിന് ഫാത്തിഹ, ഇമാമ് ഉറക്കെ ഓടുന്ന നിസ്കാരങ്ങളിൽ ഫാത്തിഹ മഅ്മൂമ് ഓതണമോ വേണ്ടയോ? ശൈഖ് അൽബാനി റഹിമഹുള്ളാഹിന്റെ അഭിപ്രായം ഓതണ്ടെന്നേ. കാരണം ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഓതണ്ട. അത് ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ അയാൾ നമ്മൾ തമ്മിൽ ബന്ധം നിശ്ചയിക്കുക, അത് പാടില്ല. അതേപോലെ തന്നെ റുക്കൂഇലേക്ക് പോയി കഴിഞ്ഞ് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സന്ദർഭത്തിൽ കൈ കെട്ടണോ, എന്നിട്ട് അല്ല കൈ താഴ്ത്തിയിടണോ? ഇതെന്താണ്? ഇതിനൊക്കെ ഒരു ഭാഗം പറഞ്ഞ് വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു, വേറൊരു ഭാഗം പറഞ്ഞ് ചെയ്യേണ്ട സുന്നത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പേരിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രത്യേകത ചിലപ്പോൾ ഹദീസ് സ്വഹീഹാണോ വഈഫാണോ എന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരിക്കും. അവരവരുടെ ബുദ്ധിയിൽ ഉണ്ടാക്കിയെടുത്തോന്നല്ലേ. ചിലപ്പോൾ ഹദീസ് സ്വഹീഹാണോ വഈഫാണോ എന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരിക്കും. ചിലപ്പോൾ ഹദീസ് മനസ്സിലാക്കുന്നതിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം. ഉദാഹരണത്തിന് ഹിലാലിന്റെ വിഷയത്തിൽ എങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. നിങ്ങൾ മാസപ്പിറവി കാണുമ്പോൾ നോമ്പ് നോക്കുക, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നത് പെരുന്നാൾ ആഘോഷിക്കും. അപ്പൊ ചില പണ്ഡിതന്മാര് പറഞ്ഞു അവിടെ സൂമു നിങ്ങൾ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം മുസ്ലിം സമുദായമാണ്. വേറൊരു ഭാഗം പറഞ്ഞു അല്ല, അത് ആ നാട്ടിലുള്ള മുസ്ലിങ്ങളെ ഉദ്ദേശിക്കും, എല്ലാവരും ഉദ്ദേശിക്കും. അപ്പൊ ഇതിൽ വ്യക്തമായ തെളിവില്ല. രണ്ട് വിഭാഗത്തിന്റെയും തെളിവ് അടുത്ത ഹദീസാണ്. മനസ്സിലായോ? അപ്പൊ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഭിന്നിക്കുകയും രണ്ട് കക്ഷിയായി മാറുകയും ചെയ്യും. ചില ആൾക്കാർ ചില പുസ്തകമൊക്കെ എഴുതി, അല്ലെങ്കിൽ അവര് റമദാനിന്റെ സമയവും പെരുന്നാളിന്റെ സമയമൊക്കെ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ ശിർക്ക് ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഒരാള് ഇപ്പൊ അയാളെ നാട്ടിലുള്ള മാസപ്പറവിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ കൊണ്ടുപോകുന്നത്. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ വിഭാഗം ഖിലാഫുത്തദാദ്, പരസ്പരം വൈരുദ്ധ്യങ്ങൾ അഭിപ്രായ വ്യത്യാസമാണ്. അതിൽ കുഫാറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നമ്മൾ ഈ ചർച്ചയിൽ ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു. മുനാഫിക്കുകളിൽ നിന്ന് പുറത്താൻ പറഞ്ഞു, ഇവരൊക്കെ നമ്മൾ പുറത്താക്കി. ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം പറയും. ഈ മുസ്ലിങ്ങളുടെ എല്ലാ അഭിപ്രായ വ്യത്യാസം തന്നെ പറയുന്നത് ഞാൻ മറന്നുപോയ ഒരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നാട്ടിലെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരു നാടും ഉണ്ടാവും. ശരിയാണ്. നമ്മൾ അവസാനം എന്നെ പിശാചി മർപ്പിച്ചു എന്ന് പറയാം. മറന്നു പറയാം, ഞാനത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ എഴുതി വെച്ചാൽ എനിക്ക് അറിയാനാണെങ്കിൽ അവസാനിച്ചുള്ള ഇതിപ്പോ പറഞ്ഞ് പിന്നെ ചർച്ച വല്ലാതെ ചർച്ചയായി പോകുന്നത് പേടിയാണ്. അപ്പോൾ
രണ്ടാമത്തേത് ഖിലാഫു തബാദ്, പരസ്പരം വൈരുദ്ധ്യമുള്ള അഭിപ്രായ വ്യത്യാസം. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ പറഞ്ഞു അത് രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തെ നമ്മൾക്ക് പറഞ്ഞു, അതിന് ഉദാഹരണം പറഞ്ഞു. രണ്ടുപേരും കക്ഷിയാവാൻ പാടില്ലാത്തത്. അഖീദയിൽ ഒരു ഉദാഹരണം പറഞ്ഞു. മുസ്ലിം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ. ഫിഖ്ഹിലെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ നിസ്കാരത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൈ എന്നിട്ട് കെട്ടണോ അതിൽ അയച്ചിടണം. വേറൊരു വിഷയം പറഞ്ഞാൽ അതല്ലാത്തത് പറഞ്ഞു മുഖം മറക്കുന്ന വിഷയം, അത് വാജിബാണോ സുന്നത്താണോ എന്ന അഭിപ്രായ വ്യത്യാസം. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്താണ്? പരസ്പരം വൈരുദ്ധ്യങ്ങളാണ്. പക്ഷെ അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാവുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇത് സഹാബികളുടെ ഇടയിൽ തന്നെ പലപ്പോഴും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. സഹാബികളുടെ ഇടയിൽ ഇപ്പോ ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, കലാലത്തിന്റെ വിഷയം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കലാലത്തിന്റെ വിഷയം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇത്രയും ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊന്നുകൂടി ചോദിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓർമ്മയിലെത്തുന്ന ഉറപ്പുവരുത്താനാണ്. ഈ രണ്ടാമത്തെ രൂപം ഖിലാഫുകളുടെ വിഷയത്തിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളായി വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ രണ്ടാമത്തേത് നസ്സ് വ്യക്തമായി വന്നിട്ടുള്ള വിഷയങ്ങളുള്ള അഭിപ്രായ വ്യത്യാസമാണ്. പ്രമാണം വ്യക്തമായി വിഷയത്തിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കൂടുതൽ കാണുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു വന്നൊരു വിഷയം കൂടിയാണ്. പിന്നെ അപ്പോഴാണ് ബാങ്ക് കൊടുത്തത്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പറയുന്നത് സാധാരണക്കാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം നമ്മൾ ഈ പറയുന്നതൊന്നും ഉദ്ദേശിക്കുന്നു. അറിവില്ലാത്ത ജനങ്ങൾക്കിടയിൽ അറിവില്ലായ്മോട് കുറെ അഭിപ്രായ വ്യത്യാസം. രണ്ടഭിപ്രായം തെറ്റി, രണ്ടുപേരും ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും ഒരു നാട്ടിൽ. രണ്ടും ചിലപ്പോൾ തെറ്റായിരിക്കും, രണ്ടിനും തീരെ യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനെ പറ്റി മാത്രം. അതേപോലെ തന്നെ ചില ആളുകളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ത് കാരണമായിരിക്കും? അള്ളാഹുവിന്റെ ഖുർആനോ റസൂലുള്ളാഹിന്റെ സുന്നത്തോ പിൻപറ്റുന്നതിലുള്ള അവരുടെ ഏറ്റക്കുറച്ചിൽ കാരണമായിരിക്കും. അതായത് നിങ്ങളുടെ ആൾ കുറച്ച് നല്ല സുന്നത്തിനോട് താല്പര്യമുള്ള ഒരാളായിരിക്കും. അദ്ദേഹം റസൂലുള്ളാഹിയുടെ സുന്നത്ത് ഹദീസ് കേട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യിക്കും. വേറെ മരുന്നല്ല. മുപ്പര് കുറച്ചൊക്കെ പാപ്പക്കാരന്മാരൊക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഇതൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പൊ അവർക്കിടയിൽ രണ്ടുപേർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇതൊന്നുമല്ല നമ്മളോട് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ പറയുന്നത്. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന കക്ഷിത്വങ്ങളെ കുറിച്ച് ചർച്ചകളെ കുറിച്ചുമാണ്. അതിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന്, പരസ്പരം വൈരുദ്ധ്യങ്ങളാകുന്ന അഭിപ്രായ വ്യത്യാസം. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഫമിൻ അല്ലാഹി വഹ്ദഹു, അതിൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഞാൻ അതിൽ പറയുന്നത് തെറ്റാണെങ്കിൽ ഫമിന്നി വമിന ശൈത്താൻ, എന്നിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നുമാണ് ആ അബദ്ധം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പിൻപറ്റുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇജ്തിഹാദിന്റെ രംഗത്ത് എന്തുണ്ടാവും? തെറ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ തെറ്റ് സംഭവിക്കും, ചിലപ്പോൾ ശരി സംഭവിക്കും. ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല? ഇത്തരം നസ്സു വ്യക്തമായി വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരാളും പരസ്പരം ഭിന്നിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഉദാഹരണത്തിന് പിന്നെ ഇത്തരം വ്യക്തമായി വന്നിട്ടില്ലാത്ത വിഷയങ്ങളുടെ വീഡിയോ എടുക്കല്, അതുപോലെ ഫോട്ടോഗ്രാഫി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൈകൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളിൽ പെടുമോ ഇല്ലയോ? ഇതെന്താണ്? പണ്ഡിതർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. ഇത്തരം വിഷയങ്ങളിൽ ഞാനൊരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഹലാലാണ്, നിങ്ങൾ പറയുന്ന ഹറാമാണ്. അപ്പോ അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എനിക്ക് നിങ്ങളെ ആക്ഷേപിക്കാനോ നിങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്ത് പിൻപറ്റാത്തവരാണ് എന്ന് ആക്ഷേപിക്കാനോ എനിക്ക് അവകാശമില്ല. നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾ എടുക്കുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമില്ല. ചില ആളുകൾ മുഖം മറക്കൽ വാജിബ് എന്ന് പറയുന്ന ആളുകളെ കണ്ടുകഴിഞ്ഞാൽ പറയും ഇസ്ലാമിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഗുരുവിനെ എതിർത്തിട്ട് ഇങ്ങനെ പറയണം. പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായമാണ്. ഒരാൾ ഇത്തരത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. നമുക്ക് സുന്നത്താന്ന് പറയും. സുന്നത്താന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ചെയ്യുന്നില്ല.
എന്നിട്ടത് പറയുന്നത് കഴിഞ്ഞു ഈശാചരിക്കുക. അപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഇത്തരം ഖിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളിൽ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. മാത്രമല്ല ചില ആൾക്കാർക്ക് വേറൊരു സ്വഭാവമാണ്, അതുകൂടി പണ്ഡിതന്മാർ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു. ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നതിന് അവലംബാക്കിയുള്ള ഫിഖ്ഹുൽ ഖിലാഫ് ചെറിയൊരു പുസ്തകം, അതിനാണ് ഞാൻ ഈ പറയുന്നത്. പണ്ഡിതന്മാർ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണ്, ഇങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ധാരണ അതിൽ ഇഷ്ടമുള്ളത് എടുക്കാം. നീ ഹലാലാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഹറാമാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ആ വിഷയത്തിൽ എടുക്കാം എന്നാണ് ചില ആളുകളുടെ ധാരണ. ഇപ്പൊ ഫോട്ടോഗ്രാഫിന്റെ വിഷയമാണെങ്കിൽ ചില ആൾക്കാർ പറയും അങ്ങനെയൊക്കെ അഭിപ്രായം ഉണ്ട്. അപ്പൊ ഒരാൾ ഹലാലെന്ന് കുഴപ്പമൊന്നുമില്ല, അയാൾ ഹലാൽ എന്ന് ജീവിതത്തിൽ അയാൾ ജീവിച്ചോട്ടെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അവർക്ക് ഏറ്റവും എളുപ്പമുള്ളത്, ഉദാഹരണത്തിന് എനിക്ക് ബോധ്യപ്പെട്ടത് ഫോട്ടോഗ്രാഫി ഹറാമാണ്, പറ്റൂല, ഫോട്ടോ എടുക്കാൻ പാടില്ല എങ്കിൽ ഞാനത് പറയും. പിന്നെ ഞാൻ നിൽക്കുന്ന സംഘടനക്കോ ഞാൻ നിൽക്കുന്ന കക്ഷിക്കോ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ന്യായീകരിച്ചു കൊടുക്കാൻ പാടില്ല. എനിക്ക് അങ്ങനെ ബോധ്യപ്പെട്ട് ഞാൻ അങ്ങനെ പറയാം. അതല്ല, നിങ്ങൾക്ക് പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട, അല്ലാതെ നിങ്ങൾ ഇത്രയും കാലം ചെയ്തതിന് ന്യായീകരിക്കാൻ വേണ്ടി സത്യം കിട്ടിയതല്ല. അത് നിങ്ങൾക്ക് പഠിച്ചപ്പോൾ, ശരിക്കും പഠിച്ചപ്പോ റസൂലുള്ളാഹിന്റെ ആ ഹദീസിൽ ആ പറഞ്ഞത് കൊല്ലൂല എന്ന് നിങ്ങൾക്ക് ബോധ്യമായോ, ശരി, നിങ്ങൾക്കറിയാം. ഇതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഇന്നിപ്പോ പല ആൾക്കാരുടെ ഇടയിലുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഏത് വിഷയം കിട്ടാൻ ഇതിൽ പണ്ഡിതർക്ക് നല്ല അഭിപ്രായം കിട്ടും. അപ്പൊ ഇതിലെ അഭിപ്രായം നടക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം എടുക്കാം എന്ന് പറയുന്നില്ല, ഇത് പാടില്ല. ആ വിഷയത്തിൽ അഭിപ്രായം തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് തെളിവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏത് എന്ന് ബോധ്യപ്പെട്ട് അത് നിങ്ങൾ എടുക്കൽ വാജിബാണ്. എന്നിട്ട് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്ത്, റസൂലുള്ളാഹിന്റെ ഹദീസ് ആ വിഷയത്തിൽ ഈ പറയുന്നത് ഈ അഭിപ്രായത്തിനോടാണ് കൂടുതൽ യോജിച്ച് നിൽക്കുന്നത്. ഉദാഹരണ ഫോട്ടോഗ്രാഫി, നിങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രം വരയ്ക്കുന്നതിനെ എതിർത്ത് പറഞ്ഞ ഹദീസുകൾ അത് ഫോട്ടോഗ്രാഫിയെ അത് ആ ഫോട്ടോഗ്രാഫിയും അതിൽ പെടും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, നിങ്ങൾക്ക് വ്യക്തമായി, പണ്ഡിതന്മാർ പറയുന്നത് വായിച്ചു, നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു ഇതിലെന്തായാലും ഉറപ്പ്. എതിരെ അഭിപ്രായം പറഞ്ഞ ആളുകളുടെ അഭിപ്രായത്തിന്റെ വിഷയത്തിൽ യാതൊരു വിധയുമില്ല, അതല്ലെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് അത് തോന്നിയ അഭിപ്രായം എടുക്കാൻ പാടില്ല. അതിൽ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അഭിപ്രായം നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ അത് പച്ച ഹവയാണ്, ദേഹേച്ഛയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് എന്താണ്, മുസ്ലിം ഉമ്മത്തിൽ ഇജ്മാ ആയ വിഷയമാണ് ഒരു വ്യക്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് വേറെ ആളുകളുടെ വ്യക്തികളുടെ വാക്കുകൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും വേണ്ടി അത് ഒഴിവാക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഇജ്മാ ആണ്. ഉദാഹരണത്തിന് തസ്വീർ, ഫോട്ടോ എടുക്കൽ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കൽ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീതുകൾ വന്നിട്ടുണ്ട്. ഒരാൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അള്ളാഹു നാളെ ആത്മാവുള്ളതിന്റെ ചിത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് അതിന് റൂഹ് കൊടുക്കാൻ പറയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിയപ്പോൾ ഒരിക്കൽ ഫോട്ടോ ചിത്രം കണ്ടു, ഹസ്ബൻഡിനാണ്, നബി വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല. അതുപോലെ തന്നെ ഒരിക്കൽ മലക്ക് വീട്ടിലേക്ക് പ്രവേശിച്ചില്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കാൻ ഇന്ന സമയം വരുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നായക്കളും ചിത്രവുമുള്ള വീട്ടിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, നീ ആറു കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം, അന്ത്യനാളിന് മുന്നേ നീ എണ്ണി വെച്ചുകൊള്ളുക. 6 കാര്യങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങളായി. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫിത്നത്തുൻ തദ്ഖുലു വഫിത്നത്തുൻ ലാ തത്റുകു ബൈതൻ ഇല്ലാ വദഖലത്ഹു. അതിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഫിത്ന, ആ ഫിത്ന എല്ലാ വീടുകളിലും പ്രവേശിക്കും, ഒരു വീട് പോലും ഒഴിവാക്കാതെ പ്രവേശിക്കുന്ന ഒരു ഫിത്ന നിങ്ങൾക്ക് വരാൻ, അത് കണ്ടു കഴിഞ്ഞാൽ അന്ത്യനാൾ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ആധുനികരായ പല പണ്ഡിതന്മാരുടെ അഭിപ്രായം ഫോട്ടോയാണ്. ഏതെങ്കിലും വീട്ടിലെ ഫോട്ടോ ഇല്ലാത്ത കാണാൻ പത്രമായിട്ടുണ്ട്.
മാഗസീനായിട്ടും അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരെ ഇത് കാണാൻ സാധിക്കും. എല്ലാ വീട്ടിലും പ്രവേശിക്കുന്ന താക്കി നൽകിയ ആ ഹദീസ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഫോട്ടോയാണ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ കാരണം ഇന്ന് എല്ലാ വീട്ടിലും കയറിയിട്ടുള്ള ഫിറ്റ്നതാണ്. ഒരു വീട്ടിൽ ഒഴിവാക്കാൻ പറ്റും. രാവിലെ തന്നെ സുബി കഴിഞ്ഞ തന്നെ പത്രക്കാരനെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ വീട്ടിനുള്ളിൽ കൊണ്ട് വെക്കും. ആ ഫിത്തൻ നമ്മുടെ വീട്ടിനുള്ളിൽ എപ്പോഴും. അപ്പൊ ഈ ഹദീസുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായത് ഫോട്ടോഗ്രാഫി അതിൽ പെടുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടോ? ഇല്ല. പിന്നെ അവിടെ ഈ വിഷയത്തെ അഭിപ്രായത്തിലുണ്ട്. പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായം ഇങ്ങനെ അഭിപ്രായം എന്ത് പറയാം? നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾ സ്വീകരിക്കണം. കളിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പാവങ്ങള് അതൊക്കെ റസൂലുള്ളാഹി പ്രത്യേകം ഇന്ന് ഒഴിവാക്കി പറഞ്ഞത്. പ്രതിമകൾ വീട്ടിൽ വെക്കാൻ പാടില്ല. അതേസമയം കളിക്കാനുള്ള പാവകൾ അതെന്താണ് റസൂലുള്ളാഹി ഇന്ന് ഒഴിവാക്കി പറഞ്ഞത്. ഏത് ഹുക്മിലും അങ്ങനെ ഉണ്ടാവും. മൊത്തത്തിലൊരു കാര്യം പറയും, ചില കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തും. ഇതിൽ പെട്ടതാണ് കല്യാണയുടെ എന്തിനാ തല മാറ്റി കളഞ്ഞ ചിത്രം അത് അല്ലെങ്കിൽ അത് ബഹുമാനിപ്പെടാത്ത ആളുകൾ ബഹുമാനിക്കാത്തൊരു സ്ഥലത്തേക്ക് അതിനെ മാറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതിനെ എതിർത്തിട്ടില്ല. അപ്പോൾ ഇത്തരം അവസ്ഥയിലേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോട്ടോ വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് പല ചിത്രങ്ങളും പലപ്പോഴും പല വീടുകളിലും നമ്മുടെ സഹോദരങ്ങളിൽപ്പെട്ട ഒരു അറിവില്ലാത്തവർക്ക് പലരോട് പറഞ്ഞു കൊടുത്ത് അൽഹംദുലില്ലാ മാറ്റിയിട്ടുണ്ട്. ചില വീടുകളിൽ കാണാൻ ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ കൂടി ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്തു. വേറെ ചില വീട്ടിൽ കാണാൻ ഫ്രെയിമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഫോട്ടോ മാത്രം കാണാൻ ഇങ്ങനെ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടാവും. എന്തിനാ? സ്നേഹം കാണിക്കാനാണ്. ഭാര്യനോടും ഭർത്താവിനോടുള്ള സ്നേഹം പരസ്പരം കാണിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു സ്നേഹിക്കാൻ ഒന്നും ആവശ്യമില്ല. ഈ കാലാകാലം സ്നേഹിച്ചില്ല. മരിക്കണ വരെ സ്നേഹിച്ചു, മരിച്ചതിന് ശേഷം സ്നേഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് പരസ്പര സ്നേഹമുണ്ട്. അതിൽ ഇതൊന്നും ആവശ്യമില്ല. മനസ്സിൽ സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ ഇത്തരം ഹറാമുകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ അത് ആ ഫോട്ടോഗ്രാഫി അതിൽ ഉൾപ്പെടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും ഖിലാഫ് പിന്നെ പരസ്പരം വൈരുദ്ധ്യമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതർക്കിടയിൽ ഈ രണ്ട് കക്ഷിയായി മാറാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഒരിക്കലും അത്തരം അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തോന്നിയത് എടുക്കാനല്ല. അത് ഞാൻ ആരും മനസ്സിലാക്കി. അതേപോലെ സംഘടന ഹറാമാണോ ഹലാലാണോ? സംഘടന വിജാത്താണോ? അടിസ്ഥാനപരമായ വിജാത്താണോ? അതല്ല, അതിൽ ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അനുവദനീയമാണ്. പണ്ഡിതർക്കിടയിൽ ചർച്ചയുള്ള ഒരു വിഷയമാണ്. യമനിലുള്ള പല പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാർക്ക് പിന്നെ അസലിൽ തന്നെ അത് വിജാത്താണ് എന്ന് പറഞ്ഞാകുന്നത്. പക്ഷെ നമുക്ക് പഠിച്ചപ്പോൾ മനസ്സിലായത് അല്ലാഹു അലം, നമുക്ക് മനസ്സിലായത് ആ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നാണ്. എന്നാൽ അടിസ്ഥാനപരമായ മൊത്തത്തിൽ സംഘടന ഒറ്റയടിക്ക് സംഘടന എന്ന സിസ്റ്റം തന്നെ വിജാത്താണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ അതേസമയം അതിന്റെ മെനഹജ് നോക്കിയിട്ടും അതിന്റെ പോക്ക് എങ്ങനെ നോക്കിയിട്ട് അത് വിജാത്താണെന്ന് പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ നമുക്ക് മനസ്സിലായത് ഇനി നാളെ എനിക്കും പഠിച്ചിട്ട് വായിച്ചിട്ട് മനസ്സിലാവണം ഷേഖ് മുഖബിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ കൂടുതൽ ശരി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ എന്ത് പറയും? നാട്ടുകാരെ എങ്ങനെ പരിഗണിക്കും? ഇതിനൊന്നും എന്തില്ല അവകാശം. അവിടെ പിന്നെ അള്ളാഹുവിന് ഭയക്കണം. നിങ്ങൾക്ക് വ്യക്തമായ സത്യം നിങ്ങൾ നമുക്കിപ്പോ മനസ്സിലാവുന്നില്ല. ഇപ്പൊ സഹോദരങ്ങളെ അറിവിൽ ചൊല്ലുന്ന സത്യമാണ് പിൻപറ്റാൻ കൂടുതൽ അർഹമായി. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം മസലകളിൽ ശരി എഴുതിയതിൽ കൂടുതൽ വ്യക്തമായി അതിനെ നിങ്ങൾ പിൻപറ്റണം. ഇതാണ് ഭിന്നിപ്പുകളുള്ള അല്ലെങ്കിൽ വൈരുദ്ധ്യമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒന്നാമത്തെ വിഭാഗത്തെ പറ്റി ചുരുക്കി പറയാനുള്ളത്. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നസ് വ്യക്തമായി വന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ഉദാഹരണത്തിന് മ്യൂസിക് അത് ഹറാമാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ പ്രമാണമുണ്ട്. വ്യക്തമായ പ്രമാണം. ചില ആൾക്കാർ അത് പോറ്റിമാട്ടിക്ക് മറ്റേ വ്യാഖ്യാനിക്കൽ ആ വ്യാഖ്യാനം ഒത്തു നിർത്തി കഴിഞ്ഞാൽ വ്യക്തമായ പ്രമാണം എന്ന വിഷയമാണ്. അള്ളാഹുലത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിന് മുഖമുണ്ട്. അള്ളാഹു ഉപരിയിലാണ്, ആകാശങ്ങൾക്ക് ഗീതയാണ്. ഇതൊക്കെ വ്യക്തമായി തെളിവ് വന്ന വിഷയമാണ്. ഇത്തരം വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തല്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതല്ല.
അങ്ങനെ പ്രമാണം വ്യക്തമായ വിഷയങ്ങളിൽ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ അവൻ പ്രമാണം വ്യക്തമായതിനു ശേഷവും അവന് നിൽക്കുന്നുണ്ടെങ്കിൽ അവനോട് നമ്മൾ ബറാഅത്ത് പ്രഖ്യാപിക്കണം. അവനോട് നമ്മൾ ഉത്തരവില്ല. അവൻ ചെയ്യുന്നത് തെറ്റാണ്, മാഫിയത്താണ്. അവനോട് ആ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെറുപ്പ് കാണിക്കുകയും ആ തെറ്റ് അവരുടെ അടുത്ത് വിരോധിക്കാൻ ശക്തമായി ശ്രമിക്കുകയും വേണം. അവൻ പറയുന്ന വാക്കുകളിലാണ് ഉദാഹരണം ഫത്വ പറയാൻ, മ്യൂസിക് ഹലാലാണെന്ന ഫത്വ കൊടുക്കണം. അപ്പൊ അതിന് അതേ രൂപത്തിലുള്ള മറുപടി അവൻ കൊടുക്കണം. അവൻ ചെയ്യുന്ന അമൽ ചെയ്യണം. അമൽ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഒരു അമൽ കണ്ടു കഴിഞ്ഞാൽ, ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് 3 പദവികളുണ്ട് തെറ്റിനെ വിരോധിക്കാൻ. ഏതൊക്കെയാണത്? 1 സാധിക്കും, 2 നാവ് കൊണ്ട്, 3-ാമത്തേത് ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് വെറുക്കുക. മനസ്സോട് വെറുക്കാതെന്ന് ചില ആൾക്കാർ ധാരണ. ഉദാഹരണത്തിന് സ്ത്രീധനമായിട്ട് കല്യാണം പോയിട്ടിരിക്കും. അങ്ങനെ എല്ലാ സ്ത്രീധനങ്ങളും എല്ലാം ഉണ്ട്. കല്യാണം ഏതെങ്കിലും ഹറാമുകൾ നടക്കുന്ന, അള്ളാഹുവിന്റെ ദീനോട് വ്യക്തമായ എതിർപ്പ് നടക്കുന്ന കല്യാണങ്ങളൊക്കെ പോയി പങ്കെടുക്കും. എല്ലാ നിലക്കും പോയി സപ്പോർട്ട് ചെയ്യും. മനുഷ്യനുള്ളിൽ വെറുപ്പിരുന്നു. അങ്ങനെയല്ല മനുഷ്യനുള്ളിൽ വെറുപ്പ് കാണിക്കും. മറിച്ച് ശക്തമായ വെറുപ്പുള്ള മുഖത്തന്നെ കാണും. മനുഷ്യനുള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ മുഖത്ത് കാണുന്ന മുഖത്തേക്ക് നല്ല പൊളിച്ചിരിക്കുന്ന മനുഷ്യരെ നിന്നിട്ട് പള്ളി കമ്മിറ്റിന്റെ മീറ്റിംഗ് വരുമ്പോ അല്ല എങ്ങനല്ലേ കേൾക്കാൻ കഴിക്കാത്ത മനസ്സിലല്ല വെറുപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്ത് ചെയ്യണം? വ്യക്തമായി നിങ്ങളുടെ വെറുപ്പ് പ്രകടിപ്പിക്കണം. അങ്ങനെ പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സിൽ വെറുപ്പ് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ എന്തായിട്ടുണ്ട്? വളരെ നൈഫായി, വളരെ ദുർബലമായി. ഒരു പെണ്ണുത്തിൽ തെറ്റ് ചെയ്യുന്നത് കാണുകയാണ്. ഉദാഹരണത്തിന് അയൽവാസികൾ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുകയാണ്. അപ്പൊ കാണുമ്പോൾ നിങ്ങൾ എതിർക്കുന്നില്ല, ഉണ്ടാതിരിക്കുക. മനസ്സിൽ യാതൊരു വെറുപ്പും ചിലപ്പോൾ ചില ആളുകൾക്ക് പറയാൻ പറ്റും. ചില ഏളാമയാണ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ഏളാമേന്റെ സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏളാമ നല്ല ചൂടുള്ള ഏളാമയാണ്. പെട്ടെന്ന് നമുക്ക് കേൾക്കൂല. നല്ല ദേശത്തിൽ മറുപടി ആകെ പ്രശ്നം ഇപ്പം തന്നെ ആകെ തല്ലിപ്പോയി. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കൈ കൊണ്ട് എതിർക്കാനോ നാവുകൊണ്ട് പറയാനോ ചിലപ്പോൾ പറ്റും. മനസ്സുകൊണ്ട് വെറുത്ത് ആ പ്രവൃത്തിയിൽ വിട്ടു നിൽക്കണം. അവിടെ വെറുപ്പ് കാണിക്കണം. വലിയ യാതൊരു വിട്ടുവീഴ്ചയും മനസ്സുകൊണ്ട് വെറുപ്പ് കാണിക്കുക തന്നെ വേണം. അതിൽ നമ്മൾ തയ്യാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇല്ല തെരുവുകൾ നടക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റും. അല്ലാതെ ദീനിൽ വ്യക്തമായ ഹറാമുകൾ നടക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റും. അതേസമയം തെറ്റുകൾ തിരുത്തുമ്പോൾ തന്നെ വേറെ ചില കാര്യങ്ങൾ ഇത് പരിഗണിക്കണം. ഒരു തെറ്റ് നമ്മൾ തിരുത്തുന്നതുകൊണ്ട് അതിനേക്കാൾ വലിയ തെറ്റ് വരും. അങ്ങനെ തെറ്റ് തിരുത്തരും. ആ സമയത്ത് ആ തെറ്റ് ഉദാഹരണ ശേഷം റഹിമഹുല്ലാ അദ്ദേഹവും തന്റെ ശിഷ്യന്മാരും കൂടിയിട്ട് ഒരു ഡാറ്റി കൂടെ നടന്നു വരും. അപ്പൊ കുറച്ച് ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചിലർ പറഞ്ഞു, നമുക്ക് അദ്ദേഹം അവരോട് പോയിട്ട് ഉപദേശിച്ചു, കണ്ടുപിടിക്കുന്നതിനെ പറ്റി അവരോട് നിർത്താൻ വേണ്ടി ഉപദേശിച്ചു. അപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾ അവരെ പോയിട്ട് തിരുത്തേണ്ട കാര്യമില്ല. അവർ കള്ളു കുടിച്ചിട്ട് അവർക്ക് എണീച്ചടക്കാൻ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടുകാരെ പണ്ടത്തെ ഒരു കൊള്ളടിക്കാത്തത്. അവർ കള്ളുകൂടി നിർത്തിക്കഴിഞ്ഞാൽ അവർ സ്ട്രോങ് ആവും. അപ്പൊ ആൾക്കാരെ പൈസ കൂട്ടി കൊള്ളയും. അപ്പൊ അതിനേക്കാൾ നല്ലത് നീ ഒരു തിന്മ വിരോധിക്കുന്നത് കൊണ്ട് അതിനേക്കാൾ വലിയ തിന്മയാണ് ഉണ്ടാവുകയെങ്കിൽ അത് എപ്പോഴാണ് ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടാണ്. ഏത് ചില ആൾക്കാർ തിന്മ വിരോധിക്കാതിരിക്കുക എപ്പോഴും ന്യായം പറയും. ഞാൻ തിന്മ വിരോധിച്ചാൽ എന്നെക്കാട്ടി വലിയ തിന്മ ഉണ്ടാവും. അത് ഞാൻ ഒന്നും പറയുകയാണ്. എല്ലാവരും ന്യായീകരിക്കാൻ മാത്രം വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാ വിഷയം ന്യായീകരിക്കണ്ട. പക്ഷെ ഇത് ശരിക്കും നമ്മൾ അള്ളാന്റെ മുന്നിൽ നിർത്തിയിട്ട് തീരുമാനിക്കേണ്ട കാര്യം. ഞാൻ എതിർത്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിയിപ്പോ ഒരു തിന്മ എതിർത്ത് കഴിഞ്ഞാൽ എനിക്ക് 2 അടി കിട്ടും, മുഖത്തിൽ ചോര വരും, ഇതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന വലിയ തിന്മ എന്ന് പറയുന്നത്. അത് കിട്ടും, അതെന്തായാലും കിട്ടും. സഹാബികൾക്കൊക്കെ കിട്ടിയിട്ടില്ല. അതിനേക്കാൾ വലിയ തിന്മ അതുകൊണ്ടുണ്ടാവും. എന്നാൽ ആ തിന്മനെക്കാട്ടി വലിയ അവസ്ഥയ്ക്ക് അയാൾ പിന്നെ കയറി പോകുന്ന അവസ്ഥ ഉണ്ടായി കഴിയുകയാണെങ്കിൽ ചിലപ്പം ഉണ്ടാതിരിക്കില്ല. ചില സാഹചര്യത്തിൽ പഞ്ചരന്മാരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനത്തെ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? തിന്മ വിരോധിക്കണമെന്നാണ്. അവിടെ തിന്മയാണോ കൂടുതൽ ഉണ്ടാവുക, നന്മയാണോ കൂടുതൽ ഉണ്ടാവുക, അതൊക്കെ പഞ്ചരന്മാരോട് ചോദിച്ചിട്ട് അവരോട് ഫത്വയൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ തീരുമാനം എടുക്കലവർ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ നസ്സ് വ്യക്തമായി വന്ന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരാൾ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിൽ അവരോട് നമ്മൾ തിന്മ വിരോധിക്കണം, അവരുടെ തെറ്റിനെ എതിർത്തു കൊടുക്കണം, അവരോട് ഉപദേശിച്ചു കൊടുക്കണം. ഇതാണ്
ഈ വിഷയത്തെ നമുക്ക് കുറെ ഉദാഹരണങ്ങൾ ഏതാണ് നേരത്തെ പറഞ്ഞത് അഖീദയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുകയാണ്. വ്യക്തമായി പ്രമാണമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിലെ എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുക, അതിൽ ചില സിഫത്തുകളെ നിഷേധിക്കുക. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഉപവിഷ്ടനാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സംസാരിക്കും, അവൻ യോജിച്ച രൂപത്തിൽ സംസാരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. വിശ്വാസം അള്ളാഹു അല്ലാത്തത് പ്രാർത്ഥിക്കുക, അല്ല ഖബറുകളിലും ജാറങ്ങളിലും പോയിട്ട് സുജൂദ് ചെയ്യുക, ഇതൊക്കെ വ്യക്തമായി നസ്സ് വന്ന വിഷയമാണ്. അത്തരം കാര്യങ്ങൾ ഒരാൾ എതിർത്ത് നിൽക്കുകയും പ്രമാണങ്ങൾക്കെതിരാകുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ എന്തില്ല, കോടതിയിൽ കിടക്കുന്നു. അവിടെ പിന്നെ അവനാ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ അവനെ എതിർക്കുന്നതും അവനെ ശക്തമായി എതിർക്കുന്നതാണ് കാരണമാവുകയെങ്കിൽ നമ്മൾ അവന് ശക്തമായി എതിർക്കണം. അപ്പൊ ചിലപ്പോൾ ഒരാളുടെ തെറ്റ് തിരുത്താൻ വേറെ വിഷയത്തിലേക്ക് പോകണം. തിന്മ വിരോധിക്കേണ്ടത് എങ്ങനെയാണ്, നന്മ വിരോധിക്കേണ്ടത്, നന്മ കൽപ്പിക്കേണ്ടത് എങ്ങനെയാണ്. ഒരാൾ ഉദാഹരണത്തിന് ഒരാൾ തിന്മ ചെയ്യാൻ, അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ അയാൾ നിങ്ങളെ പരിഗണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ അയാളോട് ശക്തമായ ഒരു മുഖം കൽപ്പിച്ച് നിൽക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് അയാളോട് യാതൊരു നിലക്കും അടുപ്പം കാണിക്കാത്തതിലേക്ക് ചിലപ്പോൾ അയാൾ തിരിഞ്ഞ് വിട്ടുനിൽക്കും. അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ അങ്ങനെ പ്രതികരിക്കും. വേറെ ചില സന്ദർഭത്തിൽ നിങ്ങൾ അയാളോട് കുറച്ച് അടുപ്പം കാണിച്ച് നല്ല രൂപത്തിൽ പെരുമാറി പതുക്കെ പറഞ്ഞു നോക്കി. നിങ്ങളെ വലിയ അങ്ങനെ ബഹുമാനിക്കാത്ത ഒരാളൊക്കെയാണ്, നിങ്ങളൊരു സാധാരണക്കാരൻ അയാളെ ലെവലിൽ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്. അത്തരം ആളുകളോടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് അടുത്തുനിന്ന് പെരുമാറി സ്നേഹത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ രൂപത്തിൽ അവരുടേതായ അവസ്ഥകളും പറ്റി മനസ്സിലാക്കിയാണ് അവരുടെ നന്മ കൽപ്പിച്ച് തിരികെ ചെയ്യേണ്ടത്. അത് ഈ വിഷയത്തിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്തിന്റെ ഒരുപത്തുള്ള ഒന്നാമത്തെ വഴി ഇവിടെ ചില ആളുകൾ ചില കക്ഷികൾ പറയുന്നത് പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂടിവെക്കുക എന്നതല്ല, മറിച്ച് അത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്കും മടങ്ങുക എന്നതാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞ സമയത്ത് എന്നെ വിളിച്ച ആളുകളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, പിന്നെ ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങുന്നു പറഞ്ഞാൽ നമുക്ക് തോന്നിയപോലെ മടങ്ങുന്നത് ഈ വിഷയത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് ഒരിക്കൽ പറയുകയുണ്ടായി, ഖുർആനും സുന്നത്തും പിന്നെ ഞാനും എന്ന വാദമാണ് തഖ്ലീദിനേക്കാൾ കൂടുതൽ അപകടകരമായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇമാം ഷാഫിയുടെ തഖ്ലീദ് ചെയ്യാം ശരിയായ രൂപത്തിൽ, നമ്മളെ അടുത്ത ആൾക്കാരെ തഖ്ലീദാണ്. ഇമാം ഷാഫിഈ ഒരാൾ ശരിയായ രൂപത്തിൽ തഖ്ലീദ് ചെയ്യുകയാണെങ്കിൽ അഖീദയിലും അടിസ്ഥാനങ്ങളിലൊന്നും അയാൾക്ക് എന്ത് സംഭവിക്കില്ല, കഴിവ് സംഭവിക്കില്ല. ഇമാം ഷാഫിഈന്റെ അഖീദ അഹ്ലുസ് സുന്നത്തിന്റെ അഖീദയാണ്. പക്ഷെ ഖുർആനും സുന്നത്തിനും എനിക്ക് നിന്റെ തലച്ചോറുന്നാണെങ്കിലോ അവന് യാതൊരു വിധ കടിഞ്ഞാനുണ്ടാവും. അവൻ ഉദ്ദേശിക്കുന്ന ക്രമം പോകും, അവൻ ഉദ്ദേശിച്ച കുപ്രക്രമം പറയും, അവൻ ഉദ്ദേശിച്ച വിരാട്ടൊക്കെ അവൻ ഉണ്ടാക്കും, അവൻ അങ്ങനെ പോകും. അപ്പോൾ സഹോദരങ്ങൾ ഖുർആനും സുന്നത്തിനും ഞാനെന്ന് സെലഫുകൾ മനസ്സിലാക്കിയവരെ മനസ്സിലാക്കണം. സെലഫുകൾ മനസ്സിലാക്കിയവരെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പല ആളുകളുടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു മനസ്സിലാക്കലുണ്ടാവും. അതേപോലൊക്കെ തന്നെയായിരിക്കും സെലഫുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന ഒരു അഴകുഴമ്പൻ നിലപാടാണ് പല ആളുകളുടെ അടുത്തിൽ കാണുന്നത്. അത് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല ചില ആളുകൾ. അങ്ങനെ തന്നെയാണോ സെലഫുകൾ ഇമാമുമാർ നേതാക്കന്മാർ അവരുടെ മുന്നിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലകൾ ചർച്ചകൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരുടെ ഫത്വ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നതും അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശരിയായ നിലപാടിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്ന ഒരു വഴിയാണ്. അതും ഈ രംഗത്ത് നമ്മൾ പാലിക്കേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉലമാക്കളോട് പണ്ഡിതന്മാരുടെ അറിവുള്ളവരോട് ചോദിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലി അംരിക്കും, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഉൽ അംറിനെ അനുസരിക്കണം. അതിൽ പണ്ഡിതന്മാരും മറാക്കളുമാണ് പെടുക എന്ന് പിന്നെ മുഫസ്സിറുകളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ശരി കണ്ടെത്താനുള്ള വഴികൾ ഇതാണ്. ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കുക, സലഫുകളുടെ വഴിയിലൂടെ ഇരിക്കുക, പണ്ഡിതന്മാരുടെ ഇർശാദ് അവരുടെ വഴികാട്ടൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കുക നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഭിന്നിപ്പുകളിൽ നിന്നും കക്ഷികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അതെന്നിൽ നിന്നും ചെറുത്താനിൽ നിന്നുമാണ്. അതിലുള്ള ശരിയെല്ലാം അതിലുള്ള നന്മകളെല്ലാം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സത്യത്തിലേക്ക് നയിക്കുകയും
ഖൈറിലേക്ക് നയിക്കുകയും ഒരുമയിലും ഒറ്റയ്ക്കും ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.